അമ്മയുമായിട്ടുള്ള ഉണ്ടായ കുറേ ടെർബുലൻസിനെ കുറിച്ചാണ് ആദ്യം എനിക്ക് അമ്മയെന്ന വ്യക്തി മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ എനിക്ക് തിരിച്ചറിവിൻ്റെ ഒരു പീരീഡ് വന്നു. എൻ്റെ മുമ്പിലൊക്കെ അപ്പനായിരുന്നു ഒരു ഗ്ലോറിഫൈഡ് പേഴ്സൺ. അമ്മയെ നമ്മൾ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ ഒച്ചപ്പാടുകൾ, അമ്മ ഉണ്ടാക്കുന്ന ഉയർന്ന ശബ്ദം അവർക്കുണ്ടായ മുറിവുകളുടെ റിഫ്ലക്ഷനാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫാഷൻ ടി വി, അന്ന് നമുക്ക് ഫാഷൻ ടി വി ഉള്ളൂ, ഇന്നിപ്പോൾ 1 TB കിട്ടുന്ന വകുപ്പൊന്നുമില്ലായിരുന്നു. അന്ന് ഈ ഫാഷൻ ചാനലിൽ ബിക്കിനൊക്കെ ഇട്ട് കുട്ടികൾ വരുന്നത്, അന്ന് കൂട്ടുകാരൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു കൗതുകത്തിന് പുറത്ത് കണ്ടോണ്ടിരിക്കും. അമ്മ കയറി വന്നു, ഞാൻ ചാനൽ മാറ്റി സൂര്യ ടി വി ഇട്ടു, റിമോട്ട് തള്ളി പറത്തിട്ട് അമ്മ ഫാഷൻ ചാനലിട്ടു, കൈ പിടിച്ച് മാറ്റുന്നു, നോക്കട. എന്നിട്ട് അവർ പറഞ്ഞത് നിന്റെ അമ്മയ്ക്കുള്ളത് തന്നെ അവർക്കുള്ളൂ. ഒളിച്ചിരുന്ന് കണ്ട ഭയങ്കര ഓറാണ്. ഇത് വന്നൊന്ന് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൊടുത്തത് കുരുന്ന് പ്രായത്തിൽ സെക്സ് കണ്ട പയ്യൻ, അവനമ്മ കൈയോടെ വയ്ക്കുക. അതിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ടൊരു പടം. അപ്പോൾ എൻ്റെ താഴത്ത് അവൻ്റെ നിപ്പ് കണ്ടാൽ അറിയാം എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ. എൻ്റെ കുട്ടികാലത്തൊരു സ്വപ്നമായിരുന്നു സിനിമയിൽ വെറുതെ ഇങ്ങനെ കടന്നു പോകണം എന്നുള്ളത്, ഒരു സീനിലെങ്കിലും. ഭദ്ര എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഇപ്പോൾ എല്ലാവരും ട്രോൾ ചെയ്യുന്നൊരു പടമാണ്. അതിനകത്ത് ഒരു കാറിൻ്റെ പുറകിൽ കൂടെ ഒരു കല്യാണ വീട്ടിൽ നിന്ന് കവറുമായിട്ട് കുറേ പേര് പോകുന്നുണ്ട്. അതിനകത്ത് ഒരു കവർ പിടിച്ചെന്ന് ഞാനാണ്, പക്ഷെ കാറിൻ്റെ പുറകിലായതുകൊണ്ട് എന്നെ കണ്ടിട്ടില്ല. അർജന്റീന ഫാനാണ്, ഒരു മെസ്സിയുടെ ആരാധകനാണെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കണം, ആ ഒരു ഫൈനൽ കണ്ട സമയത്ത് എന്തായിരുന്നു? ഞാനൊന്നും മരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഞാൻ മെസ്സിയുടെ പോയിന്റ് ഓഫ് ചിന്തിക്കുകയായിരുന്നു, ഒരു മനുഷ്യൻ അയാൾക്ക് കൊടുക്കാവുന്ന എല്ലാം ചെയ്യുന്നു, പക്ഷെ അയാൾ പിന്നെയും തോറ്റുകൊണ്ടിരിക്കുന്നു. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. സത്യത്തിൽ അർജന്റീനയുടെ വിജയം കോടിക്കണക്കിന് മനുഷ്യർക്ക് പീസ് ഓഫ് മൈൻഡ് കൊടുത്തിട്ടുണ്ട്. ചില ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ അറിയാം ഇത്രയും കാലം ഞാൻ ആ ഭാരം കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ചേട്ടൻ മെൻസ്ട്രേഷനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ആ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം ഉണ്ടായി? അല്ലെങ്കിൽ ചേട്ടൻ പോകുന്ന ടോക്ക് ഷോസിലൊക്കെ എങ്ങനെയാണ് ഈ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ചേട്ടൻ മുന്നേ പ്ലാൻ ഇപ്പം എന്ത് ടൈപ്പ് അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, എല്ലാം ഓഡിയൻസ് എന്താണെന്ന് ചേട്ടൻ അറിയില്ല. ഒരു ടോക്ക് ഷോ ഉണ്ടെന്ന് അറിയും, അല്ലെങ്കിൽ ഇന്നൊരു കാറ്റഗറി ഓഫ് ഓഡിയൻസ് ആയിരിക്കും, എന്തായിരിക്കും ഐഡിയ നമുക്ക് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ സംസാരിക്കണം അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം എന്നുള്ളൊരു സംഭവം നമുക്ക് ഉണ്ടാവുമല്ലോ. അത് ചേട്ടൻ അപ്പോൾ പ്ലാൻ ചെയ്യുന്നതാണോ? എന്തുകൊണ്ട് സെന്റ് ജോസഫ്സ് കോളേജിൽ പോയപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്ക് സംസാരിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളങ്ങനെ ആദ്യത്തെ വീഡിയോ ഒക്കെ വൈറലായി ഇങ്ങനെ ഒരു RJ ആവുന്ന സമയം നമ്മളിങ്ങനെ ടോക്കുകൾക്കൊക്കെ വിളിക്കാറുണ്ട്. നമ്മളെല്ലാത്തിനും ചാടി കയറി യെസ് വരാലോ, ഭയങ്കര സന്തോഷമാണ് എല്ലാവരും വിളിക്കുമ്പോൾ പോകാനായിട്ട്. നമ്മളൊരു ലൈം ലൈറ്റിന്റെ സുഖം പറഞ്ഞു തുടങ്ങുന്ന ഒരു സമയം, വർത്താനം പറയാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇവർ വിളിച്ച് ഞാൻ ചാടി, ഞാൻ അവൈലബിൾ ആണ്, പറഞ്ഞോളൂ എപ്പോഴും വരാന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ചിട്ടാണ് സംസാരം എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു കോമഡിയാണ്. നമ്മളാണെങ്കിൽ ലൈഫിൽ പാഡ് ഉപയോഗിച്ചിട്ടില്ല, ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ തമാശക്ക് പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ കുട്ടികൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഇതിന് ഓർഗനൈസ് ചെയ്യുന്ന പെൺകുട്ടികളോട് സംസാരിക്കണം. അങ്ങനെ അന്ന് തലേ ദിവസം ഒരു 30ഓളം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലെ കുട്ടികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരോട് ഞാൻ സംസാരിച്ച് ഇതെങ്ങനെയാണ്, എത്ര കാലം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ ബാക്കി പുതിയ ടെക്നോളജിനകത്ത് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്. നിങ്ങളുടെ കൺസേൺസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അവർ വന്ന് ഇപ്പോഴും ചിലപ്പോൾ പൊതിഞ്ഞ് പിടിച്ച് കൊണ്ടുവരേണ്ട കാര്യം ഇതിനിപ്പോഴും ഒരു തമാശ പോലെ ആൾ കാണുന്നത്, ഇതിൻ്റെ ഒരു സെക്ഷൽ ടോണിൽ കാണുന്നുണ്ടോ? ഓക്കെ ഫൈൻ. അപ്പം എനിക്ക് തോന്നി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. എൻ്റെതായ പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചിരുന്നു, എൻ്റെ അമ്മയോട് ചോദിച്ചിരുന്നു, ഗൂഗിൾ സെർച്ച് നടത്തിയിരുന്നു. ഇതുവരെ പ്രിപ്പറേഷൻ നടത്തേണ്ട ഒരു ടോക്കും കൊടുത്തിട്ടില്ല. ഇപ്പോൾ പാർവതിയെ കാണുന്നതിന് മുമ്പ് ഞാൻ ഇൻ്റർവ്യൂസ് ഇടയ്ക്ക് കാണാറുണ്ട്, ചെറിയ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയിരുന്നു. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, കാരണം നിങ്ങൾ എങ്ങനെയുള്ളവരാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഞാനൊരു മിസ്ഫിറ്റ് ആവുമോ അവർക്ക് എന്ന് ഞാനിത് ചിന്തിച്ചിരുന്നു. പക്ഷെ എങ്കിലും ഓക്കെ ലെറ്റ് മീ ഡു ഇറ്റ്. ഈ പ്രിപ്പറേഷൻ എല്ലായിടത്തും എനിക്കുണ്ട്. അപ്പോൾ അവിടുത്തെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പെൺകുട്ടികളാണ്. പിന്നെ ഞാൻ ഇവരുടെ നിന്ന് ചോദിക്കുകയും ചെയ്തു നിങ്ങളുടെ കൺസേൺ എന്താണ്, ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്തത്. നമ്മൾ ഈ റിസർച്ചിൽ റാൻഡം സാമ്പിളിംഗ് എന്നൊരു പ്രത്യേകത ഒരു പരിപാടിയുണ്ട്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുമ്പോൾ നമ്മൾ റാൻഡംലി കുറച്ച് സാധനം എടുത്ത് അതിൻ്റെ ഒരു ആകത്തുക നോക്കും. എല്ലാം എത്തുന്നത് എല്ലാ സ്ത്രീകൾക്കും മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് ഏകദേശം ധാരണയൊക്കെ ഉണ്ട്. അവർക്ക് അഡ്രസ് ചെയ്യാൻ ആഗ്രഹം മറ്റൊരു കാര്യമാണ്. അങ്ങനെ അവർ ഉദ്ദേശിച്ച ക്യാമ്പയിന് നമ്മൾ വേറൊരു
ഡയറക്ഷനിൽ സംസാരിച്ചു. അതാണ്. ഇപ്പൊ അമ്മ നന്നായി വായിക്കുന്ന ഒരാളാണ് തോന്നുന്നു. വായിക്കും. അമ്മയുടെ ഒരു പോസ്റ്റിൽ ഞാനത് കണ്ടിരുന്നു. ചേട്ടന്റെ പുസ്തകം വായിച്ചിട്ട് അമ്മയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അമ്മ വായിച്ചിരുന്നോ? അതിനോടായിട്ടുള്ള ആള് ചോദിച്ചു. കാരണം ഇതിനകത്ത് ദൈവത്തിന്റെ ചരമലിൽ 2ാമത്തെ ചാപ്റ്റർ ഇരട്ട ലജ്ജ എന്നാണ്. അതിനകത്തൊരു ഒരു വരിയോ ഓർത്ത് ഞാൻ ഇന്നും ദുഃഖിക്കുന്നു. ലാസ്റ്റ് വരി അമ്മയുമായിട്ടുള്ള ഉണ്ടായ കുറേ ടെർബുലൻസിനെ കുറിച്ചാണ്. ആദ്യം എനിക്ക് അമ്മയെന്ന വ്യക്തി മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ എനിക്ക് തിരിച്ചറിവിൻ്റെ ഒരു പീരീഡ് വന്നു. എൻ്റെ മുമ്പിലൊക്കെ അപ്പനായിരുന്നു ഒരു ഗ്ലോറിഫൈഡ് പേഴ്സൺ. അമ്മയെ നമ്മൾ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ ഒച്ചപ്പാടുകൾ, അമ്മ ഉണ്ടാക്കുന്ന ഉയർന്ന ശബ്ദം അവർക്കുണ്ടായ മുറിവുകളുടെ റിഫ്ലക്ഷനാണ്. മാത്രമല്ല ഞങ്ങൾ 4 ആൺപിള്ളേരാണ്, 3 ആൺമക്കളും അപ്പനും. അപ്പോൾ അവർക്ക് അവരാഗ്രഹിച്ച് അവരൊരു സ്ത്രീയെ മനസ്സിലാക്കുന്നൊരു സ്ത്രീ സാന്നിധ്യം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് അമ്മയെക്കുറിച്ചുള്ള എൻ്റെ കുറ്റങ്ങൾ, പിന്നീട് എൻ്റെ തിരിച്ചറിവുകൾ, എൻ്റെ ഏറ്റുപറച്ചിലുമാണ്. അത് അവസാനത്തെ ഒരു വരി ഞാൻ ഞാൻ മാറ്റി എഴുതും. ഞാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അമ്മയെ ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി അമ്മയല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി അമ്മ തന്നെയാണ്. അത് അനാവശ്യമായിരുന്നു. അന്ന് ഞാൻ ആ സ്റ്റാറ്റസിലായിരുന്നു ഞാൻ നിൽക്കണ്ടായിരുന്നു. അമ്മ അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ എഴുതിയിരിക്കുന്നത് ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം പക്ഷെ നീ മനസ്സിലാക്കേണ്ടത്, നീ ഫസ്റ്റ് ഹാഫിൽ എഴുതിയ ഞാൻ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയത് ഞാൻ ആക്ച്വലി കടന്നുപോയതിൻ്റെ ഒരു 10-1 മാത്രമാണ്. ബട്ട് ദാറ്റ്സ് ഇനഫ് ഫോർ ദ റീഡർ. വായനക്കാരനത് മതിയാവുമായിരിക്കും എന്ന് പറഞ്ഞു. അതാണ് അമ്മ പറഞ്ഞത്. പിന്നെ എല്ലാ എഴുത്തും ഈ പറഞ്ഞ സ്നേഹം കാമറാന്തിലെ നമ്മുടെ വീഡിയോസ് അതിനെക്കുറിച്ചൊക്കെ എൻ്റെ അമ്മ വായിച്ചിട്ടുണ്ട്. അമ്മയ്ക്കറിയാം. അമ്മ ഇന്ന് വരെ അതങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ എല്ലാം വായിക്കും, സമയമെടുത്ത് വായിക്കും. അമ്മ കൂടുതൽ പത്രം വായിക്കുന്ന ഒരാളാണ്. ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ടേബിളിൽ വരുമ്പോൾ പത്ര പീസ് കട്ട് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, റീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിങ്ങനെ എന്തെങ്കിലും നാളെ ചിലപ്പോൾ ടോക്കിൽ പറയാനോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ചില സാധനങ്ങളൊക്കെ എനിക്ക് ഫോർവേഡ് വരും. പലപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ടോക്കിൽ പലപ്പോഴും അമ്മ കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ അതൊരു തരം പറയാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് പലപ്പോഴും കോണ്ടന്റ് തരുന്നത് അമ്മ പറഞ്ഞാൽ ഇന്നലെ കാര്യം സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് തരുന്ന ചില സാധനങ്ങളിൽ എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടാവുന്നതാണ്. അമ്മയെ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ 4 ആണുങ്ങളുടെ ഇടയിൽ അമ്മ മാത്രമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അമ്മയെ മനസ്സിലാക്കിയത് എപ്പോഴായിരുന്നു ചേട്ടൻ ശരിക്കും? അത് അമ്മയെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് ഒത്തിരി പറയാനുണ്ട് അതിനെ കുറിച്ച്. എനിക്ക് അങ്ങനെ ഒറ്റ വരിയിൽ പറയാം. ഇതിപ്പോ ഈ മരം എപ്പോഴാണ് വളർന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? അത് വളർന്നു. ഒന്ന് നമ്മളൊക്കെ ആദ്യമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോ കാരണം നമ്മൾ വിചാരം നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരുന്നേ. അതായത് അമ്മ ചായക്ക് എന്തൊരു ചൂടാക്കേണ്ടത് നമുക്കിത് പറയാൻ അറിയുള്ളൂ. ഇനിയിപ്പോ കുടിക്കാൻ നേരത്ത് ചൂടുവെള്ളം തരുമ്പോ അമ്മ എന്തൊരു ചൂട് വായിൽ വെക്കാൻ പറ്റില്ല. എനിക്ക് പോയിട്ട് കപ്പിൽ തണുത്ത വെള്ളവും ചൂടുവെള്ളം മിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരുന്നു. നമ്മൾ ചെറുതായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂർ ഒറ്റയ്ക്ക് ആയിരുന്ന സമയത്ത് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, പിന്നെ അമ്മ പണ്ട് പറഞ്ഞ ചില കാര്യം, ഞാൻ അമ്മയോട് തർക്കിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് വളരെ വലിയ ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഐ അണ്ടർസ്റ്റുഡ്. കാരണം ഞാനൊക്കെ എൻ്റെ ബ്രെയിനൊക്കെ ഭയങ്കര ഒരു പെടപ്പനാണ്. എന്നെ കണ്ടത് മനസ്സിലാവില്ല, തോന്നില്ലായിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര ഇങ്ങനെ ഇതായിരുന്നു എൻ്റെ നേച്ചർ. എനിക്ക് എന്നെ ബഗിളിന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അമ്മ കുട്ടിക്കാലത്ത്. ഒരു സ്ഥലത്ത് ഞാൻ ഈ ലേബറിൻ്റെ ആയിരുന്നു പണ്ട് പഠിക്കാൻ. ഞാൻ പഠിക്കുന്നത് ഹുസൈൻ ബോൾട്ട് ഓടാണ് ഓടിയിരുന്നു. അപ്പൊ അമ്മയൊക്കെ എടാ ടാങ്കിലൊന്നും പോയി വീഴരുതെന്ന് പറയും. അങ്ങനെ എൻ്റെ ബ്രെയിൻ അങ്ങനെയാണ് സെറ്റ് ചെയ്താണ്. എനിക്ക് കുറച്ച് ഒരു ഇരുത്തം വന്നത് വായനയിലൂടെയാണ്. കാരണം ഞാൻ ഇരുന്നത് കൊണ്ടാണ്. ഇരുത്തം എന്ന് പറഞ്ഞാൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണല്ലോ കുറേക്ക്. അപ്പം അങ്ങനെ ഒരു ഉപകാരമൊക്കെ ഇതിനുണ്ട്. പിന്നെ ഒരു വരിയായിരിക്കും നമ്മളെ സ്വാധീനിക്കേണ്ടതാണ്. ഒരു വരി നമ്മുടെ ഡയറക്ഷനെ മാറ്റിവിടും ജീവിതത്തിൻ്റെ. ഇപ്പോൾ ഞാൻ വിൽ സ്മിത്തിൻ്റെ ഒരു പുസ്തകം വായിക്കുമായിരുന്നു. ഇപ്പോൾ വായിക്കുന്ന ഓൾ അബൌട്ട് ലവ് വായിക്കുമായിരുന്നു. എല്ലാത്തിനും നമ്മളെ എവിടെയെങ്കിലും നമുക്ക് പുതിയൊരു ഡയറക്ഷൻ തരുന്ന ഒരു സെൻറ്റൻസ്. ഇപ്പോൾ കാംനെസ് ഈസ് എ സൂപ്പർ പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വിൽ സ്മിത്തിൻ്റെ ബുക്കിൽ വായിച്ചതാണ്. ഞാനിപ്പോൾ ടോക്ക് ഷോയിലൊക്കെ പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത് ദി യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ ലോ ഓഫ് മാജിക്, നോട്ട് ലോജിക്. ഈ പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത് ലോജിക്ക് വെച്ചല്ല, മനുഷ്യർ ലോജിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിവിടെ ഇൻ്റർവ്യൂ ഇരിക്കാൻ ലോജിക്കലി നോക്കണം, ഞാൻ ഇരിക്കേണ്ടവനല്ല. കാരണം എനിക്ക് അതിനുള്ളൊരു എഴുതാനുള്ള സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു നോർമൽ ചൈൽഡ്ഹുഡ്, എക്സ്ട്രോർഡിനറി ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ദ യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ കോൺസെപ്റ്റ് ഓഫ് മാജിക്. അപ്പോൾ പാർവതി ഇന്നലെ ചിന്തിച്ചാൽ വലിയ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ എന്നെ വിടും, അത് കട്ട് ചെയ്താണോ നിങ്ങൾ ഞാൻ പറയുന്നത് ഇങ്ങനൊരു ഇത് ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് യു ആർ ഡൂയിങ് ഇൻ്റർവ്യൂസ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സെൻറ്റൻസ് എത്രയോ പേർക്ക് ഉപകാരപ്പെടും. എൻ്റെ ലൈഫിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഞാനിപ്പോൾ ലോജിക്കലി ആലോചിച്ചതിനൊരു ഉത്തരവല്ലേ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി, എന്തുകൊണ്ടായിരിക്കും ഞാൻ അത്ര സ്നേഹിച്ചിട്ട് അവരെന്നോട് അങ്ങനെ ആയത്? അല്ലെങ്കിൽ ഞാൻ എന്തിനായിരിക്കും അവൻ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് ഞാൻ അവളെ
വിട്ടുപോയത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പെർഫോം ചെയ്തിട്ട് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാതിരുന്നത്, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്? ഇഫ് യു തിങ്ക് ലോജിക്കലി യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. പ്ലീസ് ബിലീവ് ഇൻ ദ മാജിക് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് ആ പുസ്തകം പറഞ്ഞു വരുമ്പോൾ വലിയൊരു ആശ്വാസമല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ബുക്ക് വായിക്കുന്നതല്ലാന്നോ. ഇനിയിപ്പോ കൂടുതൽ പുസ്തകങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അടുത്ത ബുക്കുകൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തോ ചേട്ടൻ? എങ്ങനെയാണ്? ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. പുസ്തകത്തെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്തില്ല. എനിക്കൊരു ഹ്യൂമറസ് പുസ്തകം എന്നുള്ളതാണ് ഇനി ആഗ്രഹം. അതായത് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പൊതുവെ ഇതാണല്ലോ, അതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ജോസഫ് അന്നൻകുട്ടി ജോസിൽ നിന്നുമാണ്. റേഡിയോ മിർച്ചിയിൽ വരാണെങ്കിൽ എന്റെ റിയൽ സെൽഫാന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെയുള്ള ആളോട് ചോദിച്ചാൽ. പുറത്താണ് നമ്മൾ കുറച്ചുകൂടി ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളെല്ലാം. കാരണം ഞാനിപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒന്ന് ഭയങ്കര ചളിയും സാധനങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജംകട്ടായി പോകും സിനിമയിലെ പോലെ. റിയൽ സെൽഫിൽ ഐ എൻജോയ് ഹ്യൂമർ. ഇപ്പോൾ ഷോസ് കേൾക്കുന്ന ആളാണ്, ഷോസ് കേൾക്കുന്നവർ കുറവായിരിക്കാം ചിലപ്പോൾ. കാരണം നമ്മളൊരു നോർമൽ ക്രൗഡ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് സ്ഥിരം കേൾക്കുന്നുണ്ടായിരിക്കും. ഇൻ ആൻഡ് ഔട്ട് അത് ഹ്യൂമറാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ എൻ്റെ റിയൽ ഇമോഷൻസ് ആണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഇതെൻ്റെ മുതലാളി കേൾക്കണ്ടാവോ, റൂൾസ് ഞാൻ ചിലപ്പോൾ നോക്കാറുണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്ത് തേങ്ങയാണ് ഞാൻ പറഞ്ഞു. സ്റ്റേറ്റ് കൊണ്ട് മരിച്ച സംഗതി ഓട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഇങ്ങനെ ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് പറയാം, ഇതിങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. വോട്ട് പുല്ലി ഇങ്ങനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഐ ആം വാട്ട് ഐ ആം. ഈ സ്റ്റുഡിയോൻ്റെ ഉള്ളിലുണ്ടല്ലോ നമ്മൾ മൈക്കും ഞാനും എല്ലാ മനുഷ്യരുടെ മനസ്സിലുണ്ട്. നമുക്ക് എന്തും പറയാം. ഈ വിഷ്വൽ പോലെയല്ല, പെട്ടെന്ന് എടുത്തിട്ട് തെറിയും ചീത്തയൊന്നല്ല പറയുന്നെങ്കിലും ഐ ക്യാൻ ബി മൈസെൽഫ്. ഇപ്പം ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര ഫണ്ണിയാന്ന് പറഞ്ഞെങ്കിൽ ചിലർ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഇതാണ് ഇനിയൊരു എഴുതുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഏറ്റവും ജെനുവിനായിട്ട് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എനിക്ക് ഒതൻറ്റിക്കായിട്ട് പറയാൻ പറ്റുന്ന ഹ്യൂമർ സെൻസ് ആണെന്നുള്ളത്. അത് നമ്മൾ ഒരിക്കലും പറയേണ്ടതല്ല, എങ്കിൽ അത് ബുക്കിലെ ചില കഥകളിൽ അതുണ്ട്. ചിലപ്പോൾ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ടോക്ക് ഷോസ് കേട്ടവർക്കാണ് അത് പിന്നെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുക. ഇറ്റ്സ് മോർ ലൈക്ക് എ സ്റ്റാൻഡപ്പ്. ഇത് ടോക്ക് ഷോസിൽ ഇരുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ റിയൽ സെൽഫ്. നമുക്ക് നമ്മൾ വരുമ്പോഴൊക്കെ നമ്മളെല്ലാവരും നമ്മളിങ്ങനെ നോക്കാം, എന്താണ് ഇയാൾ പറയാമെന്ന്. മറ്റേ സ്നേഹം എന്ന് പറയുന്നത്, മറ്റേ ത്യാഗം എന്ന് പറയുന്നത് ഇറങ്ങി പോടോന്ന് എനിക്ക് തന്നെ എന്നോട് പറയാൻ തോന്നാറുണ്ട്. നമ്മളിങ്ങനെ ഒക്കെ ചിലരുന്ന് എൻ്റെ വീഡിയോസ് എനിക്ക് എൻ്റെ ബിജി വിട്ട് കാണാൻ വരാറുണ്ട്. ഞാൻ പറയും, ഞാൻ ഈ മൊബൈൽ അങ്ങനെ വലിച്ചെറിയുന്ന ഒരാളല്ല. വലിച്ചെറിയുന്നല്ല, നമ്മളിങ്ങനെ നോക്കുന്ന നേരത്ത് ഇങ്ങനെ എന്ത് റീലാണ്ടടുത്ത് നമ്മുടെ വീഡിയോ തന്നെ വരും. നമുക്ക് ചിലപ്പോൾ സാക്ഷനായിട്ട് ഇയാളിതെല്ലാം ഇതെന്നെ. കാരണം ഈ BGM ഭയങ്കര പരിപാടിയാണ്. നമ്മളിപ്പോ ചിരിച്ചു പറഞ്ഞ കാര്യം പോലും കണ്ണീർ പൂവിന്റെ കവളത്തിലോട്ട് BGM അതിട്ടാൽ ഞാനത് വലിച്ചെറിയാറുണ്ട്. ആ സാധനത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കൊന്ന ആളെ ന്യായീകരിക്കാനും കൊന്ന ആളെ കുറ്റപ്പെടുത്താനും BGM കൊണ്ട് പറ്റും. നമ്മളിപ്പോ BGM ലോകത്തിലാണ്. വിഷമിപ്പിക്കാനും ദേഷ്യപ്പെടുത്താനും എല്ലാം BGM-ന് പറ്റും. യെസ്, എനിക്ക് അമ്മമാരോടൊക്കെ സംസാരിക്കും, ഒരു BGM ഇട്ട് സംസാരിച്ച് നമ്മൾ കുറച്ചുകൂടി അനുഭവത്തോടെ സംസാരിക്കുന്നുള്ളൂ. കാരണം ദിസ് ഈസ് വാട്ട് ഐ ആം. ഈ ഒരു ഫേസ് ആണ് ഞാൻ ശരിക്കും. ഇതുവരെ പറയോട് സംസാരിച്ച് മറ്റേ ഓദറാണ്. ഇങ്ങനെ ഒരു വലിയ കാര്യങ്ങൾ സംസാരിക്കും. ദിസ് ഈസ് വാട്ട് ഐ ലവ് ടു ഡു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്നെ എല്ലാവരും വിളിക്കുന്നത് ഇൻസ്പിറേഷണൽ ടോക്കിനാണ്. ജോസഫ് അന്നൻകുട്ടി ജോസ് ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേഷൻ മാത്രം തരുന്ന ഒരു മനുഷ്യനല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. റിഗറസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമോ. ഇപ്പൊ ഇതിന്റെ താഴത്ത് പോലും ഐ ക്യാൻ ഓൾറെഡി വിഷ്വലൈസ് ദ കമന്റ്സ്. മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞിട്ടുള്ള ബുക്ക് നമുക്ക് എത്രയോ പേര് പറഞ്ഞത് എനിക്ക് മോട്ടിവേഷണൽ പുസ്തകങ്ങൾ ഇഷ്ടമാണ്. ഇതൊരു മോട്ടിവേഷണൽ പുസ്തകമല്ല. നമുക്ക് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചേട്ടൻ്റെ നിങ്ങളുടെ ബുക്കുകളെ ഞാൻ വായിച്ചല്ലേ, എനിക്ക് മോട്ടിവേഷണൽ പുസ്തകം ഇഷ്ടമാണ്. ഞാൻ ഇന്നലെ കല്ലെടുക്കാൻ ഇങ്ങനെ ഓട്ടിക്കോളോട് പക്ഷെ നമ്മൾ മറ്റേ മനുഷ്യനായോണ്ട് പറയേണ്ട അവസ്ഥ. ഞാൻ MBA പഠിച്ചിട്ടുള്ള ആളാണ്. എന്നോട് പലരും പറയും ഇയാൾ വീഡിയോ ചെയ്ത് ഇയാൾ വേറെ എന്ത് കൊണ്ട് പണിയെടുത്തിട്ടുണ്ട്. ഞാൻ 4 വർഷം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ചൈനയിലുണ്ടായിരുന്നു, പുറത്ത് പോയിട്ടുണ്ട്. 3 പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്. എന്നെ ഇപ്പോഴും വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന് ലേബൽ ചെയ്യുന്ന ആളുണ്ട്. നമ്മളൊരു പുസ്തകം എഴുതി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പറയേണ്ടി വരും ഞാൻ 3 പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിങ്ങനെയൊക്കെ വിറ്റുപോയിട്ടുള്ള പുസ്തകമാണ്. നമ്മളെ മനസ്സിലാക്കാതെ ആൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ആരെയും വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റേറ്റവും വലിയ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആശയങ്ങൾ പറയുന്ന ഒരാളുടെ ദുരന്തം എന്ന് പറയുന്നത് 4 വർഷം മുമ്പുണ്ടായ റിയലൈസേഷൻ അല്ല എനിക്കിന്ന്. 4 വർഷം മുമ്പ് പ്രണയത്തെ സൗഹൃദത്തെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പറയുന്നതായിരിക്കില്ല ഞാൻ ഇന്ന് പറയണ്ടാവാം. ഐ എം ഇവോൾവിങ്. ആരോ പറഞ്ഞ പോലെ ഗാന്ധിജിയാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു കാര്യത്തെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞ് വിശ്വസിച്ചാൽ മതി. അവസാനം പറഞ്ഞാണ് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബോധ്യം. ഇപ്പം നിങ്ങൾ തമാശ പറയാം, നിങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് എന്ത് അങ്ങനെയല്ല, വിസ്ഡം ഉള്ളവർക്ക് മനസ്സിലാവായിരിക്കും.
നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പം അമ്മയെക്കുറിച്ച് അമ്മ പണ്ട് അമ്മ ഒരു മോശം ഇതായിരുന്നു എന്നോട് ഭയങ്കരമായിട്ട് പറഞ്ഞ് ഞാനിന്ന് അമ്മയുടെ പേരിൽ അറിയപ്പെടുന്നത്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ റെസ്പെക്റ്റും സ്നേഹവും എനിക്ക് ഒഴുകാണ്. അതെൻ്റെ ഒരു റിലേഷൻഷിപ്പ്. പണ്ട് ഞാൻ അമ്മയെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു വിഷമം എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ റീസെന്റ് ആയിട്ട് നമ്മുടെ RJ മാത്തുക്കുട്ടീനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ ആളിന്റെ അടുത്ത് പറഞ്ഞു, നാവ് ചില സമയം ഒരു ഉപകാരമായിട്ടുണ്ട്. ഈ ഭയങ്കരമായിട്ട് വർത്താനം പറയുന്ന ഒരു ടോപ്പിക്കിലേക്കായിരുന്നു എത്തിയിരുന്നത്. അപ്പൊ ആള് പറഞ്ഞു, എന്റെ ഈ നാവ് എനിക്ക് ചില സമയങ്ങളിൽ വളരെ ഉപകാരമായിട്ടുണ്ട്. അടി കിട്ടേണ്ട സമയങ്ങളിൽ പോലും ഉപകാരമായിട്ട് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടെന്ന്. ചേട്ടൻ ഇതുപോലെ നന്നായി സംസാരിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ നാവ് ചേട്ടന് ഉപകാരമായിട്ടുണ്ടോ ഏതെങ്കിലും സിറ്റുവേഷനിൽ? എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അപകടം ഒഴിവാക്കാൻ അങ്ങനെയൊന്നും എനിക്കങ്ങനെ അല്ല, അങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ നിന്നല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഉപകാരപ്പെട്ടുള്ള ആദ്യത്തെ വീഡിയോ വൈറലായത്. അതായത് ഞാനങ്ങനെ എനിക്ക് വീഡിയോ ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടോ സംസാരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടോ എനിക്കില്ല. അന്ന് ഫേസ്ബുക്കിൽ വീഡിയോ ഓപ്ഷൻസ് വരുന്നത്, അതിനകത്ത് കൂടുതൽ വരുന്നത് അനൗക്കോണ്ട മാനിനെ പിടിക്കുന്ന വീഡിയോയും ഇതൊക്കെ ചട്ടിക്ക് പെയിന്റ് അടിക്കുന്നൊക്കെ വൈറലായിരുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഒരു എല്ലാവർക്കും നമസ്കാരം അതൊരു ധൈര്യത്തോട് ചെയ്തൊരു കാര്യം. അന്നിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആളില്ല. അന്നൊരു വീഡിയോ ചെയ്തു. അതും പറയുന്നത് ഫാഷൻ ചാനലിൽ ഒളിച്ചിരുന്ന് കണ്ടപ്പോൾ അമ്മ എന്നെ കൈയോടെ പൊക്കിയ കഥയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫാഷൻ TV, അന്ന് നമുക്ക് ഫാഷൻ TV ഉള്ളു. ഇന്നിപ്പോൾ 1 TB കിട്ടുന്ന വകുപ്പ് അന്നില്ലായിരുന്നു. അന്ന് ആൾക്കൂടി ഉണ്ടായത് ടൈറ്റാനിക്കും. അതെ, അന്ന് ടൈറ്റാനിക്കും മറ്റേ എഴുപല പൂഞ്ചോലൊക്കെ ഉണ്ടായിരുന്നു 80s കിഡ്സിനൊക്കെ. അപ്പോ അന്ന് ഈ ഫാഷൻ ചാനലില് ബിക്കിനൊക്കെ ഇട്ട് കുട്ടികൾ വരുന്നത്, അന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരുന്നു പറഞ്ഞപ്പോൾ നമുക്കൊരു കൗതുകത്തിന് പുറത്ത് എല്ലാവർക്കും നല്ല ഇതാണ് നമ്മുടെ ബേസിക് സ്റ്റോറിയാണ്. നമ്മൾ വൈറലായ കഥ അതാണ്. കണ്ടോണ്ടിരിക്കും അമ്മ കയറി വന്നു. ഞാൻ ചാനൽ മാറ്റി സൂര്യ TV ഇട്ടു. അപ്പൊ അമ്മ ചോദിച്ചു എന്താ കണ്ടോണ്ടിരിക്കണേന്ന് ചോദിച്ചു. കടലുണ്ടി ട്രെയിൻ അപകടം ചോദിച്ചു. മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലോ. മ്യൂസിക്കാ? ഞാൻ മ്യൂസിക്കൊക്കെ കേട്ടല്ലോ പറയും. അത് അമ്മ വേറെ എവിടെ നിങ്ങൾ കേട്ടായിരിക്കും. പിന്നെ എന്നോടെയാണ് ആളുകൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് വാർത്ത വായിക്കാൻ തുടങ്ങിയാൽ അമ്മ കണ്ടോ? അമ്മ കണ്ടായിരുന്നു. അമ്മ കസരിട്ട് എൻ്റെ അടുത്തിരിക്കുന്നു. ഞാൻ ഇത് മനസ്സിലാവില്ല എനിക്ക്. അമ്മ മറ്റേ ചാലിടാന്ന് പറഞ്ഞു. അവർ ഏത് ചാലി കണ്ടോണ്ടിരുന്ന ചാലിടറ. അപ്പൊ അമ്മ എന്തേ പറഞ്ഞേ? റിമോട്ട് തല്ലി പറച്ചിട്ട് അമ്മ ഫാഷൻ ചാനലിട്ടു. ഞാനാണെങ്കിൽ വാട്ട് ഇസ് ദിസ് മദർ എന്നിങ്ങനെ നമ്മ കൈ പിടിച്ച് മാറ്റുന്നു, നോക്കട. എന്നിട്ട് അവർ പറഞ്ഞത് നിന്റെ അമ്മയ്ക്കുള്ളത് തന്നെ അവർക്കുള്ളൂ. മോൻ ജോസഫ് ഒളിച്ചിരുന്ന് കണ്ട ഭയങ്കര ബോറാണ്. നിനക്കിത് കാണാൻ തോന്നുന്നുള്ളത് നീ ഗ്രോയിങ്. അമ്മ ബയോളജി ടീച്ചറാണ്. ദിസ് ഈസ് കോൾഡ് ഹെട്രോസെക്ഷൽ അട്രാക്ഷൻ. എനിക്ക് ഓപ്പോസിറ്റ് പെണ്ണ് വന്നാൽ നിനക്ക് നോക്കാൻ തോന്നും. നാച്ചുറലാണ്. ഒളിച്ചും പാത്തൊക്കെ ജെന്റിൽമാൻ എന്നുള്ളടാ പറഞ്ഞ എഴുന്നേറ്റ് പോയി. ഈ കാര്യമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. ഒരു സെക്സ് എഡ്യൂക്കേഷൻ ലൈനിൽ അതന്ന് നമ്മുടെ നാട്ടിലൊരു പ്രമാദമായ വാർത്ത. നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ സമയത്ത് ചർച്ചകൾ മുഴുവൻ ഇതിനെ കുറിച്ചിട്ടായിരുന്നു. ചർച്ചയ്ക്ക് വരുന്ന ആളൊക്കെ കണ്ടിട്ട് ചിരി വന്നിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫ്രസ്ട്രേഷന് പുറത്താണ് ഒരു വീഡിയോ ചെയ്തത്. നാവ് ഉപകാരപ്പെട്ടതാണ്. അതിൽ ഇന്നത്തെ കാലത്ത് ക്ലിക്ക് ബെയ്റ്റ് അല്ലെങ്കിൽ ഹുക്ക് കിട്ടിയത് ഫാഷൻ ചാനലാണ്. ഞാനന്ന് തുടങ്ങാണ് ഒരു മനുഷ്യനോട് ഒരു സ്ത്രീക്ക് ഒന്ന് ആകർഷണം ഒക്കെ പറയാം. ഇറങ്ങി പോണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും കാണാൻ വഴിയില്ല. ഫാഷൻ ചാനൽ എനിക്കോട് ഇന്ത്യയിൽ ഫാഷൻ ചാനൽ കണ്ടുകൊണ്ട് ഒരു കരിയർ ഉണ്ടായ ഒരാളാണ് ഞാൻ. യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദി കോൺസെപ്റ്റ് ഓഫ് മാജിക്. ഫാഷൻ ചാനൽ കണ്ടൊരു ലൈഫ് അത് ഒളിച്ചിരുന്ന് കണ്ടോണ്ട് അത് എനിക്ക് കാണിച്ചു തന്നെ. എബിൻ ജോൺ എന്ന് പറഞ്ഞ ഫ്രണ്ട്, അവനെന്തായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എബിൻ ജോൺ അവനുണ്ട് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. ആൾക്കൂടി തപ്പിയെടുക്കും. അപ്പോൾ അയർലൻഡിലെ പുറത്തേക്ക് കണ്ടാണ് അവനത് പറഞ്ഞു തന്നുകൊണ്ട് ഡിസ്കഷൻ കാലുവിലിട്ട് വാക്കുകൊണ്ട് രക്ഷോട്ട് പോയി ചെയ്യണമെന്ന് പറയാം. എന്നാലും 5ാം ക്ലാസ്സിൽ കണ്ടിട്ടേ ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഉപകാരപ്പെടാന്ന് പറയുന്നു. എന്നോട് ആളിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ, മാൻ ഞങ്ങളൊക്കെ കാണുന്നുണ്ട് എല്ലാം ഉപകാരം ഉണ്ടോ. ചേട്ടനെ കണ്ടിട്ട് ചേട്ടൻ ഒരു കരിയറൊക്കെ ഉണ്ടായെന്നൊക്കെ പറയും. അന്ന് നാക്ക് എന്നെ സഹായിച്ചതാണ്. പിന്നീട് അങ്ങോട്ട് ആദ്യത്തെ വീഡിയോ വൈറലായപ്പോൾ ശരിക്കും മറ്റേ സലിംകുമാർ പറഞ്ഞോടായിരുന്നു എൻ്റെ അവസ്ഥ. ഇതിപ്പോൾ എനിക്ക് ഭ്രാന്തായതുകൊണ്ട് നാട്ടുകാർക്ക് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ വിളിച്ചിട്ടൊക്കെ ഇത് വാർത്ത ആക്കിക്കോ നമസ്കാരം. നമ്മൾ ആദ്യം ഫ്ലേവർ അറിയുന്നത്. പിന്നെ ഓൺലൈൻ മീഡിയാസ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഈ ആദ്യമൊക്കെ ഇതിന്റെ വാർത്ത വന്നത് നിന്റെ അമ്മയ്ക്കുള്ളതേ അവർക്കുമുള്ളൂ, യുവാവിനോട് അമ്മ, യുവാവിന്റെ വീഡിയോ വൈറൽ. ഇത്രയും ഡീസെന്റ് ആയിരുന്നു. ഞാൻ കണ്ടത് ഫാഷൻ ചാനലാണ്, ഓർക്കണം.
ഇത് വന്ന് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൊടുത്തത് കുരുന്ന പ്രായത്തിൽ സെക്സ് കണ്ട പയ്യൻ, അവനമ്മ കൈയോടെ വയ്ക്കുക. അതിനകത്ത് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു പടം. അപ്പോൾ അതിൻ്റെ താഴത്ത് അവൻ്റെ നിപ്പ് കണ്ടാൽ അറിയാം എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ, ബഹളങ്ങൾ. പിന്നെ അത് കൂടുതൽ ഈ മറ്റേ ഫാമിലി ഏറ്റെടുത്തു അതുപോലെ അത് അതുകൊണ്ട് അങ്ങനെ അത് വൈറലായി. അങ്ങനെ റേഡിയോന്ന് കോള് വരുന്നത് ആർജി ആവുന്നത്. ചേട്ടാ, ഡു യു ബിലീവ് ഇൻ കർമ്മ എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? അത് ഞാനിപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് ഈ കർമ്മ ശരിക്കും ഉണ്ടോ? എനിക്ക് തോന്നുന്നു കർമ്മ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കർമ്മയെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, ഇപ്പം നിങ്ങളോട് ഒരാൾ നിങ്ങൾക്ക് ഒരു അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ളത് ചിലപ്പോൾ കാലം കൊടുക്കുമായിരിക്കും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റും. നമുക്കറിയില്ല, പ്രാഗെന്നല്ല, അത് നമുക്കറിയില്ല. ഇപ്പോ എത്രയോ മനുഷ്യർ, ഇപ്പൊ ഓസ്കാർ കിട്ടിയ ഒരാൾ ആത്മഹത്യ സൂസൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഓസ്കാർ, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഓസ്കാറാണ്. ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന വയ്യം പോലെ ഓസ്കാർ സ്വപ്നം കാണുന്നത്. ഓസ്കാർ കിട്ടിയ മനുഷ്യൻ എന്നിട്ട് ആത്മഹത്യ ചെയ്തു. യു ഡോണ്ട് നോ. ഞാൻ പറഞ്ഞ അയാളുടെ കർമ്മ എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ കാണുന്നതൊന്നും അല്ല കാഴ്ച. കർമ്മ ഉണ്ടോ ഇല്ലെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം എന്നോട് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഞാൻ അപമാനിക്കപ്പെട്ട ഇടങ്ങളിൽ എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സഹായിച്ച ഇടങ്ങളിൽ നിന്ന് കാലങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് സ്നേഹിക്കപ്പെട്ടിട്ടുണ്ട്, സഹായിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ കർമ്മ എന്ന് പേരിട്ട് നിങ്ങൾ കർമ്മ എന്ന് വിളിച്ചു. ഞാൻ ഉപദ്രവിച്ച മനുഷ്യർക്ക് പണി കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം കുഞ്ഞ് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ബ്ലോഗുകൾ എഴുതിയിരുന്ന സമയത്ത് എൻ്റെ ഓഫീസിലുണ്ടായ ഒരാൾ എന്ത് പൊട്ടത്തറ കിടന്ന് എഴുതുന്നു, ഇതൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്, ഇതെന്താണത്, ഇത് ഓഫീസാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കിയ ഒരു സുഹൃത്തുണ്ട്. എപ്പോഴും നമ്മൾ എഴുതുന്നതിനൊക്കെ ഇങ്ങനെ പബ്ലിക് സ്പേസിൽ എപ്പോഴും തമാശ കളിയാക്കും. അവൻ്റെ അടുത്ത കഥ പറഞ്ഞിട്ടുണ്ട്, ആൾ വിവാഹം കഴിച്ച് ആളുടെ ഭാര്യയ്ക്ക് ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അവൻ എന്നെ കളിയാക്കി ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ബട്ട് എൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ സ്നേഹപൂർവ്വം സൈനിട്ട് സാറിന് ഞാൻ ഒപ്പ് മാത്രമേ ഉള്ളൂ. അവന് സ്നേഹപൂർവ്വം അവൻ്റെ പേര് എല്ലാം ഭംഗിയാവട്ടെ, നന്നായി നമ്മളിങ്ങനെ ഒപ്പിക്കിട്ട് അത് സ്നേഹം കൊണ്ടാണ്. അപ്പം അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കൊടുക്കുന്നതിന് തിരിച്ച് കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് ഭാഗ്യമാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. ഇപ്പൊ പ്രീ സ്റ്റാറായി പഠിക്കാനായിട്ട് പോയ ടൈമില് അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറെ സിറ്റുവേഷൻസ് ചേട്ടൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ലൈഫിലെ ഏറ്റവും ഒരു ഹാർഡ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ചേട്ടനില്ല? ഇതിപ്പോ നേരത്തെ പറഞ്ഞ കർമ്മയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. ഞാൻ ജീവിച്ച സമയത്ത് എനിക്ക് ഏറ്റവും ടഫസ്റ്റ് സ്പേസ് ആയിരുന്നു. കാരണം എൻ്റെ ഉള്ളിൽ ജെന്യുവിൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓളത്തിനങ്ങോട്ട് പോയി. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ പോകുമ്പോൾ ബെല്ലടിക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലം, പഠിക്കാനൊരു സമയം, കളിക്കാനൊരു സമയം, വെറുതെ ഇരിക്കാനൊരു സമയം, കുളിക്കുമ്പോൾ പോലും പാട്ട് പാടാൻ പാടില്ല. അങ്ങനെ റൂൾ ഓഫ് സൈലൻസ് എന്നൊരു സാധനമുണ്ട്. സൈലൻ്റ് ആയിരിക്കേണ്ട ഇടങ്ങളിൽ സൈലൻ്റ് ആയേ പറ്റൂ. നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ സുഖമാനില്ലാതെ ഹൂ ഇസ് ദിസ് മീറ്റ് മീ അറ്റ് ദ റൂം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല അനാവശ്യമായിട്ട്. റൂൾ ഓഫ് ടച്ച്. നമ്മൾ വീട്ടിൽ ക്രിസ്ത്യൻസിൻ്റെ കൊന്തയ്ക്ക് ശേഷം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു കൈ മൂടുള്ള പരിപാടി ഉണ്ട്. സെമിനാറിൽ ജോയിൻ ചെയ്ത് അന്ന് രാത്രി കൊന്തയാണ്. കൊന്ത കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഇവിടുത്തെ ശീലമുള്ളത് തിരിയിട്ട് വരും മോനെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈ മുമ്പോയ്ക്കാണ്. ചേട്ടാ രക്തച്ചൻ ഇവിടെ പാടും, ആ സൈസ് പറഞ്ഞ് എനിക്കെന്താ എന്ന് പറഞ്ഞിങ്ങനെ ഇവിടെ ഒന്നും പാടില്ലെന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളിങ്ങനെ ഒരു. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് ഹാപ്പൻ ടു മീ. ഞാൻ റക്ടറച്ചനെ കുറിച്ച് വീഡിയോ യൂട്യൂബിൽ ഇട്ടായിരുന്നു. ഇങ്ങനെ ക്രൂരനായ മനുഷ്യൻ എന്ന് കരുതിയ ആ മനുഷ്യനാണ് അമേസിങ് പേഴ്സൺ. അവിടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ, ഡിസിപ്ലിൻ ഒന്നാലോചിക്കണം. 50-60 ചെറുപ്പക്കാർ പിള്ളേർ, 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർ നിയമം അനുസരിച്ച് പരസ്പരം തെറിയും തല്ലുണ്ടാക്കാൻ തോന്നിയാൽ അത് ചെയ്യാണ്ട് അതിനെ നിയന്ത്രിച്ച് ഒരു സെൽഫ് കൺട്രോളൊക്കെ പഠിച്ച് ജീവിക്കുക. വിശക്കുമ്പോൾ തരുന്നത് ഭക്ഷിക്കുക. അല്ലെങ്കിൽ പ്ലേ ടൈം കൃത്യം 1 മണിക്കൂർ കിട്ടുക. നമ്മളിപ്പോൾ ഒരു വരാന്ത സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കിയത് ശരിയായില്ലെങ്കിൽ പ്ലേ ടൈം ചിലപ്പോൾ നമ്മളെ കട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് റെഡി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ റെഡി ആയിട്ടിരുന്നു. ഞാൻ ഇന്നുവരെ കഴിഞ്ഞ 5 വർഷത്തിൽ ഇതുവരെ എന്നെ വിളിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു പ്രോഗ്രാമിന് വൈകി പോയിട്ടില്ല. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഒന്നും എൻ്റെ പാരൻസിൽ നിന്ന് കിട്ടിയതാണ്. സെക്കൻഡ് സെമിനാറിൽ റെസ്പെക്ട് ടൈം എന്നുള്ള സാധനം അവിടെ നിന്ന് പഠിച്ചതാണ്. എനിക്ക് ഇന്ന് എന്നോട് ആൾ ചോദിക്കണം, ജോസഫിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യത്തിന് വിളിച്ചിട്ട് ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് ഇപ്പോൾ എന്നെ ഓഫീസിൽ കാണാൻ വരുന്ന ആളുണ്ട്. ഞാൻ പറയും ഇന്ന ദിവസം ഇത്ര മണിക്ക് പ്ലീസ് കം, ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് കം.
അവർ വരില്ല, ചിലപ്പോൾ വൈകുന്നേരം മെസ്സേജ് ചേട്ടാ ബസ് കിട്ടി നാളെ വന്നോട്ടെ എന്ന് നോക്കുമ്പോൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ടഫ്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദ പ്രോസസ്സ്. ഇപ്പം ഇന്ന് പുസ്തകങ്ങളോട് ചെറിയൊരു ചായ്വ്, ഡിസിപ്ലിനോടൊരു ചായ്വ്, എന്നിലുള്ള നല്ല ക്വാളിറ്റീസിൽ നല്ലൊരു ശതമാനം കുടുംബത്തിൽ നിന്നാണ്, ബാക്കിയുള്ളത് ഇതിൻ്റെ ഒരു മേജർ പോർഷൻ സെമിനാറിലെ ഫോർമേഷനാണ്. ഇപ്പോൾ പാരന്റിങ്ങിന്റെ കാര്യം പറയായിരുന്നു, ആ ഒരു കറക്റ്റ് സമയത്ത് എത്തുക എന്നുള്ള ഒരു ബിഹേവിയർ പാരന്റ്സിൽ നിന്ന് കിട്ടിയ ഒരു സ്വഭാവത്തെ കുറിച്ച് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു പാരന്റിങ്ങിനെ കുറിച്ച് അറിയണമെന്നുണ്ട്, ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ. അപ്പനും അമ്മയും ഒരു ഭയങ്കര പ്രൊഫഷണൽസ് ആണ്. എന്ന് വെച്ചാൽ അമ്മ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കിപ്പോൾ ചേട്ടൻ അമ്മയുടെ കഥയൊക്കെ പറയുന്നിട്ടിട്ട് ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. സ്ട്രിക്റ്റ് അല്ല, അതിന് നല്ലൊരു വാക്ക് കണ്ടെത്തണം തോന്നുന്നു. അവര് ജസ്റ്റിസ് ആണ്, നീതി. ഇപ്പോൾ നീതിയെ കുറിച്ചല്ല, ഇപ്പോൾ ഒരു സ്പൂൺ എടുക്കുകയാണ്, അച്ചാർ അമ്മയാ സ്പൂൺ എടുത്ത് അച്ചാർ ഒന്ന് കഴുകിയിട്ട് എടുക്കുക എന്ന് പറയും. ചിലപ്പോൾ അത് പല്ലിയൊക്കെ പോണ സ്ഥലമായിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ റൂമിലെ വീട്ടിൽ വന്നാൽ വെളുത്ത ഫാനാണ് വീട്ടിലെ, അതിപ്പോൾ വെളുത്ത തന്നെ ആയിരിക്കുക. മറ്റേ കറുത്തൊരു സാധനം വരില്ലേ, അത് വരില്ല എൻ്റെ വീട്ടിൽ. അത് ചിലപ്പോൾ അമ്മ ആരെങ്കിലും തുടപ്പിക്കും, അല്ലെങ്കിൽ അമ്മ അത് ചെയ്യും. ഇന്നലത്തെ പത്രം അവിടെ ഉണ്ടാവില്ല. എവറിത്തിങ് ഹാസ് എ പ്ലേസ് ആൻഡ് എവറിത്തിങ് ഷുഡ് ബി ഇൻ ഇറ്റ്സ് പ്ലേസ്. ഇതൊക്കെയാണ് എനിക്കൊന്നുമില്ല, ഞാനിങ്ങനെ വലിച്ചു വരച്ച് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. അമ്മ ശ്രമിക്കുന്നുണ്ട് കുറേയൊക്കെ. അപ്പോൾ അമ്മ കുറച്ചൊരു ഡിസിപ്ലിൻ, ജസ്റ്റിസ് ലൈനിൽ പെടുന്ന ഒരാളാണ്. ഫാദർ ഇത് കുറച്ച് ഡിപ്ലോമാറ്റിക് ആണ്. ഫാദർ വളരെ ലബിങ് ആണ്. അമ്മയും ലബിങ് തന്നെയാണ്, പക്ഷെ അപ്പൻ കുറെ കൂടി ഇപ്പോൾ വീട്ടിൽ വന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പുള്ളി ഭയങ്കര ചിൽ മനുഷ്യനാണ്. എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ. പണ്ടൊക്കെ ആണെങ്കിൽ നീ ഇപ്പോൾ അവളെ ഒന്നും വിളിക്കുന്നില്ലല്ലോ, എന്താ അവളെ വിളിക്കാത്ത ചോദിക്കുന്ന മനുഷ്യനാണ്. അല്ല നീ ഇപ്പോൾ അവളെ കുറിച്ച് പറഞ്ഞു കേൾക്കാത്തോണ്ട് ഞാൻ ചോദിച്ചാൽ അങ്ങനെ മൈൻഡിലൊക്കെ ഒരു എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ബുക്കുകളെയൊക്കെ കാര്യമായിട്ട് എല്ലാവരുടെ അടുത്ത് പോയി സംസാരിക്കുന്ന അങ്ങനെ ഒരു മൈൻഡാണ് പുള്ളിക്ക്. വിട്ടുകളാ പോട്ടെ ക്ഷമിക്ക് എന്ന് പറയുന്ന ഒരു മൈൻഡാണ്. പക്ഷെ അമ്മയ്ക്ക് അത് കൃത്യമായിട്ട് അത് ചോദ്യം ചെയ്യപ്പെടണമെങ്കിൽ ചോദ്യം ചെയ്യണം. അതവിടെ ക്ഷമയല്ല, അത് ഇൻജസ്റ്റിസ് ആണ്. നല്ല മനുഷ്യനായോ ഓക്കെ, പക്ഷേ ഇൻജസ്റ്റിസ് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. ഈ കൊളീഷന് നടുക്കാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാരനുണ്ട്, എൻ്റെ ബുക്കിൻ്റെ അവതാരിക എഴുതിയാണ്, ഋഷികേഷ് മുണ്ടാണി. അവൻ എന്നോട് പറഞ്ഞത്, ജോസഫെ നിന്നിൽ ഒരു 70% നിൻ്റെ അപ്പനാണ്, 30% നിൻ്റെ അമ്മ. എനിക്കിഷ്ടം 30% പക്ഷേ നിന്നെ ആളിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാരണം പക്ഷേ 70% ആയിരിക്കും. ഇതാണ് എൻ്റെ വീട്ടിലൊരു കാര്യം. ഇപ്പോൾ പുറത്തേക്ക് പോകാനാണെങ്കിൽ വെയിലുള്ള ദിവസം അപ്പം പറയും എടാ കാറെടുത്തിട്ട് വെറുതെ വെയിലുള്ളണ്ട. അമ്മ പറയും ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞ ഒരു 10 കൊല്ലം മുമ്പത്താരാണ്, അവൻ ചെറുപ്പമല്ലേ, അവൻ ബസ് കയറി പോട്ടെ, എന്തിനാണ് ഇപ്പം ഈ 2000 രൂപ പെട്രോൾ എന്തിനാ എത്തിച്ചോളണം, നിങ്ങൾ എന്തിനാ അവൻ വെയിലൊക്കെ കൊണ്ടുപോട്ടെ. ഇതാണ് അമ്മ. നമുക്കൊന്നും അപ്പൻ വിശുദ്ധനായ പറ്റുന്ന അമ്മ ക്രൂരിയായ സ്ത്രീകളുടെ തോന്നും. അപ്പൊ ഈ ഒരു സാധനം ഉണ്ട്. ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കിലേക്ക് ഞാൻ പോവാണ്, ഫുട്ബോൾ. ചേട്ടനെ കിട്ടിയിട്ട് അതിനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളോടൊന്നും വലിയ ക്രേസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് വന്ന വേൾഡ് കപ്പാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇരുന്ന് കണ്ട ഫൈനൽ. ഞാൻ അർജന്റീന, എന്റെ ഫാമിലി അർജന്റീന. അപ്പൊ ഞാൻ അല്ല ഇതിനെ പറ്റി വലിയ ഇതൊന്നുമില്ല, അറിയാവുന്ന കുറച്ച് ടീംസ്. അപ്പൊ അതില് വീട്ടിലൊക്കെ അർജന്റീന, അപ്പൊ ഞാനും അർജന്റീന. ഓക്കെ അർജന്റീന, അപ്പൊ അർജന്റീന ഫൈനലിലുള്ളത്. അപ്പൊ അർജന്റീന ഫ്രാൻസ് നമ്മുടെ മാച്ച് ഇങ്ങനെ നടക്കുന്ന ലൈഫിൽ ആദ്യമായിട്ട് ഞാനും ഫുള്ള് ഇരുന്ന് കണ്ട ഒരു മാച്ച് അതായിരുന്നു എൻ്റെ ലൈഫിൽ ഫുട്ബോൾ. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, അത് കണ്ടപ്പോൾ ഞാൻ ചോദിക്കും നെക്സ്റ്റ് ഫൈനൽ കൂടെ ഇരുന്ന് കാണണം എന്നിങ്ങനെ അറിയാതെ ചിന്തിച്ചു പോയി. ആ ഫൈനൽ, അതായത് അർജന്റീന ഫാനാണ്, ഒരു മെസ്സിയുടെ ആരാധകനാണെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ആ ഒരു ഫൈനൽ കണ്ട സമയത്ത് എന്തായിരുന്നു സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു ഇമോഷൻസിലേക്ക് കടന്നു പോകാതിരിക്കില്ല? ഞാനൊന്നും മരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ഞാൻ എൻ്റെ കാറിൻ്റെ പുറകിൽ കൊടി, വീടിന്റെ മുകളിൽ അർജന്റീനയുടെ പതാക തൂക്കേണ്ടായിരുന്നു. തോറ്റു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും അയൽവക്കത്തുള്ളവരൊക്കെ വന്നു, ഫ്രണ്ട്സൊക്കെ ഒന്ന് അയച്ചോ എന്ന് പറഞ്ഞ് അയപ്പിച്ചതും എനിക്കറിയില്ല എന്താന്ന്. അർജന്റീന ആൻഡ് ലയണൽ മെസ്സി ഇതിങ്ങനെ ഈ നമുക്ക് ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്വഭാവമാണെന്ന് പറയുന്ന പോലെ കുട്ടിക്കാലം തുടങ്ങി ഫുട്ബോളിനെ ആസ്വദിക്കുന്ന അച്ചാച്ചന്മാർ, എൻ്റെ അമ്മയുടെ അനിയൻ ജോഷി, ടോമി ചാച്ചൻ, ഇവരൊക്കെ കുട്ടിക്കാലം ഞാൻ കേൾക്കുന്ന ഫുട്ബോൾ, അവർ മറഡോണയെ കുറിച്ച് പറയുന്നു, മുള്ളറെ കുറിച്ച് പറയുന്നു, ഇതൊക്കെയാണ് കേട്ട് ഞാൻ വളരുന്നത്. ഞാൻ അർജന്റീനയിലേക്ക് സ്വാഭാവികമായിട്ട് ചായ എങ്ങനെയോ വന്നു. ആ ഫൈനൽ കണ്ടത് ഞാൻ അപ്പനമ്മ അവിടെയുണ്ട്. ഞാൻ ഈ സെമിഫൈനൽ ഞാൻ ഖത്തറിൽ പോയി കണ്ടതാണ്. ഈ നമ്മളൊരു മനുഷ്യൻ, ഞാൻ മെസ്സിയുടെ പോയിന്റ് ഓഫ് ചിന്തിക്കുകയായിരുന്നു, ഒരു മനുഷ്യൻ അയാൾക്ക് കൊടുക്കാവുന്ന എല്ലാം ചെയ്യുന്നു.
പക്ഷെ അയാൾ പിന്നെയും തോറ്റുകൊണ്ടിരിക്കുന്നു. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. സത്യത്തിൽ അർജന്റീനയുടെ വിജയം എത്രയോ മനുഷ്യർക്ക് അതായത് ഫുട്ബോൾ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് അർജന്റീനയും മെസ്സിയെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാവും. കോടിക്കണക്കിന് മനുഷ്യർക്ക് പീസ് ഓഫ് മൈൻഡ് കൊടുത്തിട്ടുണ്ട്. ചില ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ അറിയാം ഇത്രയും കാലം ഞാൻ ആ ഭാരം കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഈ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് കിട്ടാത്ത, മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടാത്ത അതൊരു വേദനിപ്പിക്കാത്തൊരു ഭാരമായിട്ട് ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലായത് അദ്ദേഹത്തിന് ഇത് കിട്ടി കഴിയുമ്പോഴാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ രാത്രി നിന്ന് വെറുതെ ആ കപ്പെടുത്ത് പൊക്കണം ഒന്നുകൂടി കാണും. എൻ്റെ സ്ട്രെസ് ബസ്റ്റർ ഇതാണ്. അല്ല, ഫുട്ബോളിനോട് ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇയാൾ എന്താണ് ഈ പറയണതെന്നൊക്കെ ചെയ്യുന്നവർക്ക് അതറിയാത്തതുകൊണ്ടാണ്. ഒന്നിനെ മറ്റൊരാളുടെ വിജയം, മറ്റൊരാളെ നമ്മുടെ ആരും അല്ലാത്തൊരു മനുഷ്യനെ ഇങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് സ്നേഹിക്കാനും അയാൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് ഒരു നല്ല മനസ്സൊക്കെ വേണമല്ലോ. ചില അപ്പച്ചന്മാരില്ലേ, ഇന്ത്യ ക്രിക്കറ്റുകൾ ജയിച്ചാൽ അവർക്ക് പൈസ കിട്ടും, നമുക്കെന്താ കൊളാൻ പറഞ്ഞ അവിടെ നമുക്കെന്താണ് ഉപകാരം എന്ന് വെച്ചാൽ ഇവിടെ എന്ത് കാര്യമുണ്ട്. ആ ഫയലിടും അപ്പനും അമ്മയും കൂടെയാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു, അമ്മ എന്നെ വർഷങ്ങൾക്ക് ശേഷം കെട്ടിപ്പിടിച്ച ഒരു ദിവസമാണ്. ഞങ്ങൾ പറഞ്ഞു വീട്ടിലിങ്ങനെ എപ്പോഴും കെട്ടിപ്പിടുത്ത വാത്സല്യം അങ്ങനെയുള്ളത് വളരെ കുറവാണ് എന്നെ ഭയങ്കര. പക്ഷെ അമ്മ ഒന്ന് മോനെ എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു മൊമെന്റ് എത്രയോ വീടുകളിൽ ആൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അന്ന് എംബാപ്പെ അമേസിങ് ഫൈറ്റ്. പക്ഷേ എനിക്ക് ആ വേൾഡ് കപ്പ് ഇന്നും ഞാനെപ്പോഴും വീണ്ടും കാണുന്നത് മെസ്സി എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ട് അയാളിങ്ങനെ ഗാലറിലോട്ട് നോക്കിയിട്ട് കയറ്റിവിട് എന്ന് പറയുന്നുണ്ട്. കുറേ നേരം അയാൾ പറഞ്ഞു ഇങ്ങനെ കാണിക്കണ്ട അയാൾ കൊച്ചെവിടെ ഫുൾ ടീം. അതായത് എല്ലാവരും അവരുടേതായ സെലിബ്രേഷനിൽ മുന്നേത് ഇയാൾ ഭാര്യയും മക്കളെയും കയറ്റിവിടെ ആൾ തിരക്കിലാണ്. വരുന്നു, ഭാര്യയ്ക്ക് വേൾഡ് കപ്പ് എടുത്തിട്ട് അയാൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. വാവ്, ദാറ്റ്സ് ലവ് മാൻ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയല്ലോ, ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ലവ്. നമ്മളിങ്ങനെ വേൾഡ് കപ്പ് നേടി ഇത്ര ഒരാളുടെ കരിയറിൻ്റെ സമ്മിറ്റിൽ അയാൾ നിൽക്കുമ്പോൾ അയാൾ എത്രയും പെട്ടെന്ന് അയാൾ ഭാര്യയും മക്കളെയും വിട്, അവർക്ക് വേൾഡ് കപ്പ് കൊടുക്കുന്നു, അവരുടെ കൂടെ നടക്കുന്നു, അതിനെ കൈയെടുത്ത് കൈ പിടിക്കുന്നു. എന്നെ മെസ്സിയും ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെട്ടു. ഫുട്ബോൾ ഇപ്പോൾ പാർവതിക്ക് കണ്ടു തുടങ്ങാൻ ഭയങ്കര ലെസൺസ് ഉള്ള ഗെയിമാണത്. ഭയങ്കര ടീം സ്പിരിറ്റ്, ടീംസ് എന്നൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. എൻ്റെ സെമിനാറിലെ റെക്ടർച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് സംവൺസ് ക്യാരക്ടർ ടേക്ക് ഹിം ടു എ പ്ലേ ഗ്രൗണ്ട്. കളിസ്ഥലത്ത് അറിയാം അയാൾ ഇത്ര ജെന്റിലാണ്, അയാൾ എത്ര അയാളുടെ ഒരു മനുഷ്യൻ്റെ വൈൽഡ് ഒത്തൻറ്റിക് സെൽഫാണത്. അവൻ പാസ് കൊടുക്കണം, ഒരു ഫൗൾ കിട്ടി അവൻ എങ്ങനെ പെരുമാറും. പുറത്തൊക്കെ ഒരു ഇരിക്കും എന്ന് പറയുന്ന ഒരുത്തൻ തല്ലാൻ പോവോ, ഗോ ആൻഡ് വാച്ച് എ ഗെയിം. ഇപ്പോൾ നമ്മളിപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന മനുഷ്യർ, ഇപ്പോൾ മെസ്സി, റൊണാൾഡോ ഒക്കെ ഭയങ്കര, സച്ചിൻ, ധോണി, ഗ്രൗണ്ടിൽ അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ പുറത്തും അവർ കാണിക്കുന്ന രണ്ട് തരത്തിലും ഉണ്ട്. എക്സ്ട്രീമായിട്ട് ഇപ്പോൾ ഇരുന്നു. പക്ഷേ എനിക്കൊക്കെ കുറച്ചുകൂടി റെസ്പെക്റ്റ്, ഒരു സ്നേഹം കൂടുതൽ ഇപ്പോൾ ധോണിയോടാണ്, മെസ്സിയോടാണ്. ആ കാംനെസ്സിലൂടെ കുടുംബത്തെ ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഗെയിം അവരുടെ ഒരു സാധനം ഉണ്ടല്ലോ, ദാറ്റ് ഇൻസ്പയർസ് മീ. അതാണ് ഫുട്ബോൾ ഫാനാണ്. അർജന്റീന ഒന്ന് കപ്പ് ഇപ്പം ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ആണ്. അതെ, ഞാനിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇതിന് നോക്കുമ്പോഴാണ് ചേട്ടൻ അർജന്റീന ഫാൻ എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അത് കണ്ട ഒരു ഫോട്ടോ, എനിക്ക് ജേഴ്സി ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ട മൊമെന്റിൽ വന്നത് എന്റെ മനസ്സിൽ ഈ ഫൈനലാണ്. ബിക്കോസ് ഞാൻ എന്റെ ലൈഫിൽ ഫുൾ ഇരുന്ന് കണ്ടൊരു ഫൈനൽ ആദ്യമായിട്ട് അതായിരുന്നു. അപ്പൊ അതിൽ അർജന്റീന ജയിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ എഴുതി വെച്ചു എന്തായിരുന്നു ചേട്ടന്റെ ഇമോഷൻ ആ ജയിച്ച സമയത്ത്. ഉറങ്ങിയിട്ടില്ലെന്ന് എല്ലാ ഫോട്ടോയും ലൈക്ക് അടിക്കുന്നു, എല്ലാ റീലുകളും കാണുന്നു, ചേട്ടന്മാരെ വിളിക്കുന്നു. എല്ലാവരും എന്റെ ഫാൻസ് എന്ന് പറയുന്ന എല്ലാവരും ഫുട്ബോൾ ഇഷ്ടമല്ലാത്ത എന്റെ ഫാൻസ് വരാം, നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെ പറഞ്ഞത്. കാരണം നമ്മ അത്രയും അങ്ങനെ അതുകൊണ്ട് തകർന്നു എന്നല്ല, പക്ഷെ എങ്കിലും നമ്മളല്ലോ അയാള് മെസ്സി ഒരു വേൾഡ് കപ്പ് ഫൈനൽ തോറ്റു, കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞ ടൂർണമെന്റ് 4 തവണ ഫൈനലിൽ തോറ്റു. എല്ലാവരും അയാളുടെ ജേഴ്സി കത്തിച്ചു. അയാൾ ഒരു ലീഡറല്ല, ടീമിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഹി ഡിഡ് ഹിസ് ബെസ്റ്റ്. നമ്മൾ ഏറ്റവും നല്ലത് ചെയ്തിട്ടും പോരാന്ന് പിന്നെ ആൾ പറഞ്ഞാൽ ഒരൊറ്റ കാര്യത്തെ പ്രതി ഇപ്പം നിങ്ങൾ പലതവണ ഒരു പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യും, നിങ്ങൾ പഠിച്ച പണി 18 നോക്കുന്നു, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പരീക്ഷ എഴുതുന്നു, നിങ്ങൾ പാസ്സാവില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളെ കളിയാക്കി, നിങ്ങൾ എന്തിട്ടാ നിങ്ങൾ പ്രാന്തണ്ടോ പൊട്ടനാണെന്ന് പറഞ്ഞു. നമ്മൾ ആ സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് അയാൾ ക്രിയേറ്റ് ചെയ്ത ചാൻസസ് ഇൻസ്പയറിങ്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ആ ഫാമിലിയെ ട്രീറ്റ് ചെയ്യുന്നതാണ് എന്നെ കുറെ കൂടി അങ്ങനെ കാത്തിരണമെന്നൊക്കെ ഒരു. മെസ്സി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഗെയിമിനേക്കാൾ കൂടുതൽ മേ ബി ഒരു ഗെയിം ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷേ അപ്പൊ ഞാൻ ഒരു 1% കൂടുതൽ ചേട്ടൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളുടെ ഗെയിം എനിക്കറിയാം. ഞാൻ ഫുട്ബോൾ കാണുന്ന ഒരുപാട് കളിക്കാരുണ്ട്, പക്ഷെ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കുടുംബജീവിതമാണ്. അതായത് അദ്ദേഹം ചെറുപ്പത്തിലെ പ്രണയിച്ച പെൺകുട്ടിയെ കോപ്പ അമേരിക്ക നേടി അദ്ദേഹം ഒഫീഷ്യൽ പോലീസ് സെക്യൂരിറ്റീസിന്റെ ഒക്കെ
സാന്നിധ്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങണ നേരത്ത് ഭാര്യ ഓടി വന്ന് കെട്ടിപ്പിടി ചാടി മേത്തേക്ക് കയറാം. അവിടെ പൊളിറ്റീഷ്യൻസ് ഇറക്കുന്ന സമയത്ത് അയാൾ കൂളായിട്ട് കെട്ടിപ്പിടിച്ച് മുമ്പോഴേക്കാണ്. ഏറ്റവും രസകരമായ കാഴ്ച ബാലൻറ്റയർ അവാർഡ് വാങ്ങിക്കാൻ വന്ന സമയത്ത് അയാളുടെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഒരു സിംഗിൾ ഫോട്ടോ എടുക്കേണ്ട എന്തോ കാര്യമുണ്ട് ഇതിൻ്റെ ഇവിടെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഓർഗനൈസർ വൈഫ് ആൻറ്റോണലിനോട് പറഞ്ഞു പ്ലീസ് മാം പ്ലീസ് മൂവ്. അപ്പോൾ അതിന് ഓക്കെ എന്നിട്ട് അവർ ഇറങ്ങി പോവാണ്. അപ്പം മെസ്സേജ് എങ്ങോട്ട് പോകണം, അയാൾ വിളിച്ചു വരുത്തി ഒരുമിച്ചുള്ള സാധനം എടുത്താൽ മതി വീട്ടിൽ. അയാൾ ഫോട്ടോ എടുക്കുന്ന അയാളുടെ അയാളുടെ ബൂട്ട്സിൽ എഴുതിയിരിക്കുന്ന പേര് മക്കടയാണ്, ആൻറ്റോണിൻ്റെ ഒരു വെഡ്ഡിങ് ഡേറ്റ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട അയാളുടെ ഫാമിലിയാണ് അയാളുടെ ശരീരം മുഴുവൻ. വൈഫിൻ്റെ കണ്ണാണ് ഇവിടെ ടാറ്റു ചെയ്തിരിക്കുന്നത്, വൈഫിൻ്റെ ലിപ്പുണ്ട്. ആൻറ്റോണല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ ഇന്റർ മിയാമി എന്ന് പറഞ്ഞൊരു സാധാരണ ക്ലബിലോട്ടാണ് അയാൾ പോയിരിക്കുന്നത്. എല്ലാം നേടിയ ആൾക്ക് ഇനി പ്രത്യേകിച്ച് ഇനി ഒന്നും കൂടുതലൊന്നും ചെയ്യാനൊന്നുമില്ല. പുള്ളി ഒരു നോർമൽ ക്ലബിലോട്ട് പഠി ഇപ്പോഴും ബെസ്റ്റ് ലീഗിൽ കളിക്കാനുള്ള ഇത് അയാൾക്കുണ്ട്. അയാൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്റർ മിയാമി പോലെ ഒരു ക്ലബിൽ വേൾഡ് കപ്പ് എടുത്ത ഒരാളാണ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഫാമിലി നോക്കാൻ പറ്റുന്നത് ഈ ലീഗിലായിരിക്കും. കഴിഞ്ഞ 2 വർഷം പാരീസിൽ ഫാമിലിയുടെ സർവീസ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. തിയാഗോന്റെ എഡ്യൂക്കേഷൻ ഒരു അൺബിലീവബിൾ. ഫുട്ബോൾ അല്ലാതെ ചേട്ടന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചായിരിക്കും. ഇപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് ബുക്ക് വായിക്കുന്ന ഒരു ജോസഫ് അന്നൻകുട്ടി ജോസിന് ഇപ്പൊ നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ഗെയിമിംഗ് ഇഷ്ടമാണ്. വീട്ടിൽ PS5 ഉണ്ട്. ഓക്കെ. ഞാനൊരു ഹാർഡ് കോർ ഇപ്പൊ എനിക്ക് ഗെയിമേഴ്സ് തമ്പ് എന്നൊരു അസുഖം പോലും ഉണ്ട്. ഹാർഡ് കോർ ഗെയിം കളിച്ച് 2 വിരലും എനിക്കിങ്ങനെ ഗെയിമേഴ്സ് തമ്പ് എന്ന് പറഞ്ഞത് മടക്കുമ്പോൾ ചെറിയ വേദനയുടെയാണ്. ഫിഫ കളിക്കുന്ന ഒരാളാണ്. ഫിഫ ഓൺലൈൻ കളിക്കും. ഇപ്പോൾ സീസൺസ് അൾട്ടിമേറ്റ് ടീം ഇതൊക്കെയാണ് എൻ്റെ സ്ട്രെസ് ബസ്റ്റർ. അതാണ് ബിക്കോസ് ഫുട്ബോളിന് ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് ആ ഗെയിം എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആണ്. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. വൈകുന്നേരങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകും. സ്പോർട്സ് ആസ് സച്ച് എനിക്കിഷ്ടമാണ്. ഞാൻ ടെന്നീസ് കാണാറുണ്ട്. റഫേൽ നദാലാണ് എൻ്റെ ഫേവറേറ്റ് പ്ലെയർ. ക്രിക്കറ്റ് MS ധോണി. ബാസ്കറ്റ് ബോളിൽ കോബി ബ്രയൻ്റ് എന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നു. മൈക്കിൾ ജോർദൻ കുറച്ചുകൂടി പണ്ട്. ഇപ്പോൾ ലെബ്രോൺ ജെയിംസ് പ്ലെയർ. ബാസ്കറ്റ് ബോൾ കാണാറുണ്ട്. സ്പോർട്സ് ഇൻ ജനറൽ ഐ ലവ് സ്പോർട്സ്. വായിക്കാറുണ്ട്, ഗെയിം കളിക്കാറുണ്ട്, പുറത്ത് പോയി ഫുട്ബോൾ കളിയുണ്ട്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്ക് കൂടുന്നു, മിർച്ചിയിലെ ലൈഫ്. ഇതൊക്കെയാണ് എൻ്റെ വേ ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം നമ്മളെ സ്വന്തമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ കുറേ നേരം പറഞ്ഞു പാരൻസിൻ്റെ ഇതിൽ നമ്മൾ അവരുടെ ഇതിലായിരിക്കും നമ്മൾ ആദ്യം ജീവിക്കുന്നുണ്ടാവുക. പക്ഷെ പിന്നെ നമ്മളൊരു പ്രായം എത്തുമ്പോഴേക്കും നമ്മൾ സ്വന്തമായി ഏൺ ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു ഡിപ്പെൻഡായിട്ട് നിന്ന ലൈഫിൽ നിന്ന് നമ്മൾ മാറുകയാണ്. ചേട്ടൻ ആദ്യമായിട്ട് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തൊരു ഗിഫ്റ്റ് എന്തായിരുന്നു സത്യം പറഞ്ഞാൽ? അവർ രണ്ടുപേരും ഏണിങ് ആളുകളായിരുന്നേ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജോലി സമ്പാദിച്ചിട്ട് ഒരു സാധനം കിട്ടുക അങ്ങനെയുള്ള അതിന്റെ ഗ്ലോറി, അതിന്റെ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ ഒരു സന്തോഷം. എനിക്ക് ഓർമ്മ എനിക്ക് സാരി എന്തോ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പനും ഷർട്ടും പാൻറ്റും അതൊക്കെയാണ്. ഇവർക്ക് ഭയങ്കരമായ ഇഷ്ടങ്ങളുള്ള ഒരാളല്ല ഈ അപ്പനും അമ്മയും. സ്പെസിഫിക് ആയിട്ട് ഇത് കൊടുത്താൽ അടിപൊളിയാവും എന്നുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വലിയ എല്ലാ ബർത്ത്ഡേക്കും ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അമ്മ ഈ പൊതുവേ നമ്മുടെ അമ്മമാരൊക്കെ ഇടുന്ന നൈറ്റുകൾ ഭയങ്കര ബോറ് നൈറ്റുകളാണ് എനിക്ക് തോന്നാറുണ്ട്. നമ്മളെ ചിലപ്പോൾ ഒരു ഫോട്ടോ ഇടുമ്പോൾ ചൂടി നല്ലൊരു നൈറ്റ് ഇടായിരുന്നു. കാരണം എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചാണ് എനിക്ക് എല്ലാ അമ്മമാരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ എന്ത് പന്ന കളറാണെന്നൊക്കെ ഞാൻ പറയും ചിലയായിരുന്നു. ഇപ്പം നൈറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഇടയ്ക്ക്, ഇത് നന്നായിരിക്കും പറഞ്ഞു. വാച്ച് അമ്മയ്ക്ക് ഇഷ്ടമാണ്, ഇടയ്ക്ക് ഒരു വാച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പനെ പലതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെ പ്രത്യേകിച്ചെന്ന് പറയാൻ മാത്രം ഓർമ്മയിലൊന്നും സാരി എന്തായിരുന്നു. ഇനി ഞാൻ ഒരു വീഡിയോ, അതിപ്പോൾ ചേട്ടൻ ആദ്യം പറഞ്ഞ സ്ഥിതി പക്ഷെ ഞാൻ എടുത്തു വെച്ചു ഓൾറെഡി. ഞാനിങ്ങനെ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന ടൈമിൽ ഒരാളെ വിളിച്ചിങ്ങനെ കോൺടാക്ട് ചെയ്തു. എങ്ങനെയാണ് ജോസഫ് അന്നൻകുട്ടി ജോസ് എന്ന് പറഞ്ഞ ഒരാൾ, നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആളിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ചെറിയൊരു ബൈറ്റ് തരാൻ പറ്റുമോ, ചേട്ടനെ ഒന്ന് കേൾപ്പിക്കാനാണ്, എനിക്ക് ചെറിയൊരു ബൈറ്റ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ എനിക്ക് അയച്ചു തന്നതാണ്. 2020 ഫെബ്രുവരി 10-ാം തീയതിയാണ് ഞാനും ജോബിനും ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ആ ഡേറ്റ് ഓർത്തിരിക്കാൻ ഒരു കാരണമുണ്ട്. അന്നാണ് ഞാൻ റേഡിയോ മെർഷിയിൽ RJ ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങളുടെ സൗഹൃദം ഒരുപാട് വളർന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ബുക്കായ സ്നേഹം കാമം ഭ്രാന്ത്, അതിന്റെ ബുക്കിന്റെ ട്രെയിലർ ഡയറക്റ്റ് ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അത് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു. യാത്രകളെ പറ്റി പറയുകയാണെങ്കിൽ ജോബിന് ഒരുപാട് കഥകൾ കാണും. ജോബ് നമ്മുടെ കാസർഗോഡ് യാത്രയെ പറ്റിയിട്ട് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ എന്നാ പറയും? അത് മാത്രമല്ല, നമ്മളിനി പോകാനിരിക്കുന്ന ധനുഷ്കോടി രാമേശ്വരം ട്രിപ്പിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ജോബിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ഞാൻ ആളോട് ചോദിച്ചപ്പോൾ ആള് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഞാൻ പണ്ടൊരു മെസ്സേജ് അയച്ചിരുന്നു ആദ്യമേ, പക്ഷെ അതൊന്നും ആള് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇത്രയും കൂട്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഓരോ സ്റ്റോറീസ് ആൾ ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പൊ ആ കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യും നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞിരുന്നു. ഒരാൾ കൂടി മനോജ് എന്ന ഒരാൾ കൂടി ഉണ്ട്. കാസർഗോഡിന്റെ കാര്യം ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ വീഡിയോ അയച്ചത് RJ അലക്സ് ആണ്, ചേട്ടന്റെ വളരെ ക്ലോസ് ഒരു ഫ്രണ്ടാണ്. എന്താ സംബന്ധിച്ചാൽ നമ്മളെല്ലാ യാത്രകളിലും 2 ടൈപ്പ് ആളുകളുണ്ട്. ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കുന്നവരും അതിനെ പുച്ഛിക്കുന്നവരും. അതെ, ഒന്ന് മാപ്പ് ഇട്ട് പോകുന്നവരും, 2 മാപ്പ് എടുത്ത് മാറ്ററ പറയുന്നവരും. ഇവൻ ഈ മാപ്പ് എടുത്ത് മാറ്റടയുടെ ആളാണ് അലക്സ്. കാസർഗോഡ് പോകണം. അപ്പോൾ തൃശ്ശൂർ വഴി പാലക്കാട് വഴി എന്താണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് മാപ്പ് അവിടെ വഴി എനിക്ക് സെറ്റാണ് ജോപ്പ, അതിന് ജോപ്പാന്നാണ് വിളിക്കുക. അങ്ങനെ പോകുന്നു. നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്നു കുറേ ദൂരമായി. ഇത് എന്തായിട്ട് ഒരു ടേണിങ്ങിൽ വെച്ച് നമുക്ക് തിരിയണം. അതാ കാസർഗോഡേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ടേണിങ്ങിൽ ആവുന്നില്ല. നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകുന്നു. കുറച്ച് ടൈം പുറത്ത് നോക്കുമ്പോൾ മലകളൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലുള്ള മലകളല്ല, ഒരു വെറൈറ്റി മല. എന്താണ് നമ്മുടെ ഇതിന്റെ ടെറൈൻ ഇവിടെ വ്യത്യാസമാണ് ഈ ഭാഗങ്ങളിൽ പറയും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ അവരുടെ മന്ത്രി സ്റ്റാലിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ. സ്റ്റാലിന് കേരളത്തിൽ ഫാൻസോ ഇവിടെ നമ്മളിങ്ങനെ നോക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ചൊരു മെസ്സേജ് വരാണ്. ഒരേ സമയം 3 പേരുടെയും ഫോൺ ടിക് 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 എന്നാണ് അടിക്കുന്നത്. എന്താണെന്ന് നോക്കുന്നു, വെൽക്കം ടു തമിഴ്നാട് എന്നാണ്. നമ്മള് വാളയാറൊക്കെ കഴിഞ്ഞ് എവിടെയൊക്കെ പോയി. അപ്പോൾ ഞാൻ എവിടെയാണ് നിന്നോട് എത്ര തവണ ചോദിച്ചാൽ പട്ടിയോ പാളിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അലക്സിന്റെ അൾട്ടിമേറ്റ് ഡയലോഗാണ്. ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യും. ഞാൻ എടാ കുറച്ചെത്തുമ്പോൾ ഇത് ലെഫ്റ്റ് കാണിക്കുന്നുണ്ട്, അവിടെ വെച്ച് വളയാന്ന് പറഞ്ഞു. അലക്സ് ഇല്ല, വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ മിണ്ടിപ്പോകരുത് ഷോർട്ട് കട്ട്. ഇങ്ങനെ നമ്മളപ്പോൾ ഗേൾഫ്രണ്ടിനെ വിളിച്ച് പറയുകയാണ് ഈ ആകെ വഴിയൊക്കെ തെറ്റി എന്ത് ചെയ്യും. ഇപ്പോൾ കോയമ്പത്തൂർ ഭാഗത്ത് കുറച്ചുകൂടി ദൂരം ഉള്ളൂ. അവിടെ നല്ല കരിവള കിട്ടുമോ. അതാണ് കാസർഗോഡ് കഥ. ഇത് കഴിഞ്ഞപ്പോൾ ധനുഷ്കോടി ഒക്കെ പോവാന്ന് പറയണ്ട. അതിൻ്റെ അടുത്താണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് വേണം പോകാന്ന് പറയാം. കാരണം ഇവനായതുകൊണ്ട് വഴിയേറ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് കാസർഗോഡ് അവസാനം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടൊക്കെയാണ് കാസർഗോഡ് എത്തിയത്. അത് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നതല്ല. ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാത്തതുകൊണ്ട്. അലക്സ് ഒരു ഫ്രണ്ടാണ്, നമ്മുടെ അർജയിൻ ഫ്രണ്ടാണ്. ഇപ്പോൾ യാത്രകൾ കൂടുതൽ ആൾക്ക് യാത്ര ഇഷ്ടമാണ്. ആൾക്കിപ്പോൾ ഒരു ഇലക്ട്രോണിക് സ്കൂട്ടർ എന്തുകൊണ്ട് മറ്റേ ഓല, അതിലിപ്പോൾ പാട്ട് കേട്ട് നാട്ടുകാരൊക്കെ വിളിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്രകൾ മുഴുവൻ. ഭയങ്കര ഗൂഗിൾ മാപ്പിനെ പോലെ അലക്സിനെ വിശ്വസിക്കില്ലേ എന്നുവെച്ചാൽ രസമാണ്. നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഇപ്പോൾ അന്നെങ്കിൽ ആര് ചിലപ്പോൾ ഈ സിഗ്നലിലേക്ക് പാട്ട് ഇപ്പോൾ ചിലപ്പോൾ പുറകിലായിരിക്കും. ഹെൽമെറ്റ് വെച്ചാൽ ചിലപ്പോൾ ആളുകളാണ് ശബ്ദം കുറയ്ക്കൊന്നുമില്ല. അതാണ് യാത്രയെ കുറിച്ച് പറയാനുള്ളത്. ചേട്ടൻ സോളോ ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നൗ ദാറ്റ് സബാറ്റിക്കൽ എന്നെ അനുവദിക്കുകയാണെങ്കിൽ പോകണമെന്നുണ്ട്. എനിക്ക് യൂറോപ്പ് പോകണമെന്നുണ്ട്. നമുക്ക് അവിടെയൊക്കെ സുഹൃത്തുക്കളുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് പോവാം. പക്ഷേ ഈ ഒരു ഓഫീസിലെ കാര്യങ്ങൾ പിന്നെ സീരിയസ്ലി തിങ്കിങ് അബൌട്ട് എ ബ്രേക്ക് അങ്ങനെ എല്ലാത്തിനും പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കാര്യം ഏൽപ്പിച്ചാൽ എനിക്ക് എൻ്റെ വഴിക്കായിട്ട് ഇടയ്ക്കൊരു വീഡിയോ ഞാൻ കഴിച്ചു കൊടുത്താൽ മതിയല്ലോ, എല്ലാം മാനേജ് ചെയ്താൽ മതി. സ്ലോലി പുസ്തകങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ടാവും, ടോക്ക് ഷോയ്ക്ക് അവിടെ ഇവിടെ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ ഈ ഇൻ്റർവ്യൂ പോലും പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കുറേ ആലോചിച്ചിട്ട് വന്നൊരു ഇൻ്റർവ്യൂ ആണ്. ജോസഫ് അന്നൻകുട്ടി ജ്യൂസ് എന്ന മടിയൻ, ആ മടിയനെ കുറിച്ചും കൂടെ ഒന്ന് അറിയണമെന്നുണ്ട്. മടിയുണ്ടെന്ന് നല്ല എനിക്കറിയാം. ഞാനത് അമ്മ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പം എന്താണ് ഋഷേഷ് മുണ്ടാണ് എൻ്റെ ബുക്കിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ള എൻ്റെ എഡിറ്ററൊക്കെ ആയിട്ടുള്ള ആള്. എടാ നീ മടിയെന്ന് പറഞ്ഞാൽ എന്നെ കല്ലെടുത്ത് തരണമെന്ന് പറയുവാണ്. എടാ നീ പുസ്തകങ്ങൾ വായിക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, നീ ഷോ ചെയ്യുന്നു. ബട്ട് എനിക്കറിയാവൂ ഐ ക്യാൻ ഡു മോർ എന്നുള്ളത്. ഒരു കംഫർട്ട് സോണിൽ പെട്ടിരിക്കുകയാണ്. ഓഫീസിൽ പോകുന്നു, ചിരിച്ച് കളിക്കുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഗെയിം കളിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വരെയാണ് ഇപ്പോൾ ജീവിതം പോകുന്നത്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇപ്പം ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം എന്നെ ഹാപ്പി ആക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് റൈറ്റ് ആവണമെന്നില്ല. ഇപ്പം നേരത്തെ പാർവതി പറഞ്ഞൊരു സെൻറ്റായി എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇതിൽ കൂടുതൽ എന്തോ ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം, ഇതിൻ്റെ മുകളിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളത്. നേരത്തെ പോലെ സ്റ്റാൻഡപ്പ് ഒക്കെ എന്നാൽ സ്റ്റാൻഡപ്പ് ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ ടോക്കുന്നോ അല്ല കോമഡി ഷോ എന്ന് പറഞ്ഞൊരു ഷോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആലോചിക്കണം, ഞാൻ ഇറങ്ങണം, ആളെ കാണണം, മീറ്റിംഗ് സെറ്റ് ചെയ്യണം, എന്നെ ഫ്രെയിം ചെയ്യണം, ടിക്കറ്റ് വെച്ച് ഷോസ് നടത്തണം. കൊച്ചിയിൽ, കോഴിക്കോട്, ബാംഗ്ലൂർ, മുംബൈയിലുള്ള, അമേരിക്കയിലുള്ള മലയാളീസിലൊക്കെ എടുത്ത് ഷോ ചെയ്ത് എന്ത് രസമായിരിക്കും ജീവിതം. എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല? മടി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മടി. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്നതിന് പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ നാളത്തെ ഷോയ്ക്കുള്ള കോണ്ടന്റ് അത് പിന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. ഡ്രൈവേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും.
വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് ദാറ്റ്സ് നോട്ട് ഇനഫ്. ഇപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് എന്നൊരു പ്ലെയർ ഉണ്ട്. പുള്ളി ഫുട്ബോൾ ടീമിൽ കളിക്കാൻ അമേസിംഗ് പ്ലെയറാണ്, പക്ഷേ കോച്ചായിട്ടൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പുള്ളിനെ അധികം കളിപ്പിക്കണില്ല. പുള്ളി പറഞ്ഞത് ഇറ്റ്സ് ലൈക്ക് യു ആർ ഹാവിങ് എ ഫെറാറി ബട്ട് യു ഡോണ്ട് ഡ്രൈവ്. നമ്മുടെ കയ്യിൽ ഒരു ഫെറാറിക്കാർ നമ്മൾ അരി മേടിക്കാൻ മാത്രം പോവുകയാണെങ്കിൽ അത് ബോറ് പരിപാടിയല്ലേ. അപ്പം എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഐ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ബിക്കം എ ഫെറാറി. കുറെ കൂടി ആളിലേക്ക്, കുറെ കൂടി ടോക്ക് ഷോസായി, കുറെ കൂടി കോണ്ടന്റായി, കുറേ പേരെ ചിരിപ്പിക്കുകയും സ്വാധീനിക്കുകയും പറ്റുന്ന കോണ്ടന്റായിട്ട് എനിക്ക് പോകാൻ പറ്റും. ദാറ്റ്സ് എ ഫെറാറി ഐ ഹാവ്. പക്ഷെ ഞാനിപ്പോൾ കടയിൽ പോയി അരി വാങ്ങിക്കുന്നു, ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു, ആ രീതിയിലാണ് ഈ കാറിന് ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ച മടി. ഇതിൻ്റെ മാക്സിമം സ്പീഡിൽ ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ഇപ്പോൾ 60-ലും 40-ലും ഓടിക്കുകയാണ് ജീവിതമാകുന്ന വണ്ടി. ആ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ എന്നെ മടിയെന്ന് വിളിക്കുന്നത്. പിന്നെ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്, ജോസഫ് 4 വർഷം എടുത്ത് നീ ഒരു പുസ്തകം എഴുതിയിട്ട് 6 മാസം പോലും ആയിട്ടില്ല. യുവർ ബ്രെയിൻ ഡിമാൻഡ്സ് എ ബ്രേക്ക്. കുറച്ചാൾ നീ ഇങ്ങനെ വെറുതെ ഇരിക്കും, ഒന്നും ചെയ്യാണ്ട് അധികം പരിപാടികളും ചിന്തിക്കാണ്ട് വെറുതെ അങ്ങോട്ട് നടക്കും, മടി പിടിച്ച് കുറച്ചാൾ ഇരിക്കുന്നു പറയുന്നു. നമ്മൾ ഇതിൻ്റെ കടയിലാണ്, അറിഞ്ഞൂടാ. അതാണ് ഞാൻ ഉദ്ദേശിച്ച മടി എന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ് നമുക്ക് ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാം. ഡു യു ഹാവ് എനി ഡ്രീം? ഇപ്പം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ ചേട്ടൻ്റെ ലൈഫിൽ? ഇങ്ങനെ എപ്പോഴും കേട്ട് ഉള്ള ചോദ്യമാണ്. എനിക്കതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. സ്വപ്നം, എൻ്റെ ഒരാഗ്രഹം കുഞ്ഞു ഡ്രീമാണെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ബിസിനസ് ക്ലാസ്സിൽ, ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചത് ചേട്ടൻ്റെ ഡ്രീം എന്താണ് ഇനി എന്നായിരുന്നു എൻ്റെ ചോദ്യം. പക്ഷെ ഇത്ര നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ബ്രേക്കിൻ്റെ കാര്യങ്ങളും കുറേ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഒരു ഡ്രീം ഇനി ഉണ്ടോ ചേട്ടനെ ചെയ്യാൻ? ഡ്രീംസ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രീം എന്ന് പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട് ചേട്ടനുണ്ട്. ഓസ്ട്രേലിയയിലെ ചേട്ടനെ കാണാൻ എൻ്റെ അപ്പനെയും അമ്മയും ഞങ്ങൾ 3 പേരും ബിസിനസ് ക്ലാസ്സിൽ, അത് അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനാണ്. ഞാൻ 1-2 തവണ പോയിട്ടുണ്ട്. പ്രോഗ്രാംസ് എല്ലാം DC ബുക്കിൻ്റെ ടോക്ക് ഷോവിനൊക്കെ വിളിക്കുമ്പോൾ 1-2 തവണ കയറിയിട്ട് ഞാൻ അമ്മയോടും അപ്പനോടും പറയും, അപ്പനവർക്ക് ഇഷ്ടം, അപ്പം ഇങ്ങനെ നമ്മൾക്ക് എല്ലാത്തിനും ആളുണ്ട്, രസകരമായ യാത്രയാണ്, എന്നാടൊന്നും പോകാൻ പറ്റും. അപ്പം ഞാൻ പറയും ഇത്രയാണെങ്കിൽ റേറ്റ്, ഒയ്യോ പറ്റില്ല. കാരണം അപ്പനത് ബുദ്ധിമുട്ടാണ്, അത്രയും പൈസ ഒക്കെ. അപ്പോൾ കുറെ കൂടി ഒരു ഫിനാൻഷ്യലി എന്താ പറയുക, കുറെ കൂടി ഫ്രീഡം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ അവരെയും കൊണ്ട് ബിസിനസ് ക്ലാസ്സിൽ 3 പേരും കൂട്ടി ഒരു യാത്ര ഹോസ്റ്റലിലേക്ക് പോകണം. ഇന്ന് പോവാം, പക്ഷേ ഈ ആഗ്രഹം അത്യാഗ്രഹം പറയുന്നത് എനിക്ക് ആ ഒരു ഭയങ്കര ക്യാപിറ്റലിലോട്ട് എത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊരു ഡ്രീമാണ്, പാരൻസിനെ കൊണ്ട് ബിസിനസ് ക്ലാസ് യാത്ര. 2 എന്തെങ്കിലും മെസ്സിയെ കാണാണെങ്കിൽ 2 മിനിറ്റ് ഒരു ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് മാൻ ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഈ ആൻറ്റോണിയെ സ്നേഹിക്കുന്നത്, ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കാമെന്ന് ചോദിക്കണം. ഗെയിമിനെ കുറിച്ച് എനിക്കറിയാം, ഇൻ ആൻഡ് ഔട്ട് ഐ നോ ഹിം. അതിന് വേറെന്തോ ഒരു മാജിക്കൽ ബ്രെയിൻ ഉണ്ട്, അത് പഠിച്ചാലും എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ എങ്ങനെയാണ് ഒരാളിങ്ങനെ, ഞാൻ അങ്ങനെ എപ്പോഴും കാണുന്നത് ഇയാളെയാണ്. കാരണം എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുമ്പോഴും ഈക്വലി ഫോക്കസിങ് ഓൺ ഫാമിലി എന്നുള്ളത് എനിക്ക് അതൊരു ഡ്രീമാണ്. ചോദിച്ചാൽ അങ്ങനത്തെ ഡ്രീമുകളാണ്. പിന്നെ ഒരു പ്രൊഫഷണലി പറയുകയാണെങ്കിൽ എൻ്റെ സ്റ്റാൻഡപ്പ് ഷോ ചെയ്യണം, അതുകൊണ്ട് എൻ്റെ മടിയാണ് ബ്ലോക്ക് ചെയ്യണത്. ഇപ്പം എന്നെ കേൾക്കുന്ന ഒരു ഇവൻറ്റ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ കോണ്ടന്റ് ഉണ്ട്, കുറച്ചൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ബുക്കൊക്കെ വായിച്ച അറിവും ഒക്കെ. പക്ഷേ എനിക്ക് ഐ ക്യാൻ എൻ്റർടൈൻ എ ക്രൗഡ് ഫോർ അറ്റ്ലീസ്റ്റ് 2 hours. ഒരു 1 hour ഒട്ടും ബോറടിപ്പിക്കാൻ എനിക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, നമ്മളത് പറയേണ്ടതല്ലെങ്കിലും നമുക്കറിയാലോ. പിന്നോട് ഞാൻ എന്തുകൊണ്ട് അഭിനയിക്കാത്തത് എനിക്കറിയാം, ഐ എം നോട്ട് ഇനഫ്. പക്ഷെ ഇതിലെനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്, ഐ ക്യാൻ മാനേജ് എ ക്രൗഡ്. അപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡപ്പ് ടിക്കറ്റഡ് ഷോ ചെയ്യാൻ ഞാൻ മടിയനാളുണ്ട്. എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കം. എനിക്ക് നാട്ടിൽ നമ്മുടെ ഷോ നടക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാർ പിള്ളേർ അങ്ങയുടെ മറ്റേ സ്റ്റാൻഡപ്പ് കോമ്പറ്റീഷൻ ഉണ്ട്, നീ വരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു, അതെങ്ങനെ ഇരിക്കുമ്പോൾ കുറേ പേര് ടിക്കറ്റൊക്കെ എടുത്ത് എൻ്റെ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്നത്, അതെല്ലാം എല്ലാം വിട്ട്. മറ്റത് ഒരു ടീം വിളിച്ചിട്ട് അവരുടെ ആ സ്ഥാപനത്തിലെ പിള്ളേരെ ഇരിക്കുന്നുണ്ടാവും, സെയിം പ്രോസസ്സാണ് നടക്കണേ. എങ്കിലും അവൈലബിൾ ലൈഫ് എന്നുള്ള സാധനം ഉണ്ടല്ലേ, ടി വിയിൽ അപ്പിയർ ചെയ്യുക, ടി വിയിലൊരു കോമഡിയുടെ ഭാഗമാവുക, നല്ലൊരു ലൈവായിട്ട്. പാർവതി നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ സംസാരിക്കാൻ ഇടയ്ക്ക് അവിടെയൊക്കെ ചിരിക്കുന്നത് ഞാൻ കണ്ടു, പാർവതി ചിരിക്കുന്നുണ്ട്, ഞാൻ ചിരിക്കുന്നുണ്ട്, ഞാനത് ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഒരു 100-200 മനുഷ്യരിരിക്കുന്ന ഒരു ആംഫി തിയേറ്ററിൽ ഐ എം ടെല്ലിങ് മൈ സ്റ്റോറീസ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സീ പീപ്പിൾ ക്രൈ, ലാഫ്, തിങ്ക്, റിഫൈൻഡായിട്ട് അതിൻ്റെ പുറത്തേക്ക് പോവുക. അതിൻ്റെ ഒരു സുഖം അതാണ് ഒരു പ്രൊഫഷണൽ ഡ്രീം. ബാക്കിയൊക്കെ മറ്റേ അത്രയും മെസ്സേജ് ഉള്ളൂ. ആൻഡ് ചോദിക്കേണ്ട സ്നേഹം
കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് സ്നേഹിക്കണം. അത് സ്നേഹിക്കാൻ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ആ ബുക്കിൽ പറയുന്ന പോലെ സംടൈംസ് യു ഹാവ് ടു ലേൺ ഹൗ ടു ലവ്. ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു, പക്ഷേ എനിക്കൂടി തോന്നണോ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അതാണ് വേണ്ടത്. അപ്പുറത്തുള്ള ആള് എടാ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അതങ്ങട് അതൊരു ഭയങ്കര ഒന്നുകൂടി പറഞ്ഞിട്ട് വരുത്താം. ഒരു ഞാൻ പറഞ്ഞില്ലേ ഗുരുവിനോട് ചോദിക്കാൻ പോയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോസഫ് ഈ ഭൂമിയിലെ ഏറ്റവും ഡിഫൈൻ ചെയ്യാൻ ഡിഫിക്കൽട്ടുള്ള വാക്ക് ലവ് ആണ്. ഒരു ബോബീച്ചൻ ഒരിക്കൽ പറയുന്നുണ്ട്, അവരുടെ പ്രാഞ്ഞെന്ന അച്ഛന്മാർ മരിച്ചു കഴിയുമ്പോൾ ശവക്കല്ലറകളിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട്, ലവ് ഈസ് സാക്രിഫൈസ് ഫോർ ഹിം. ഇയാൾക്ക് സ്നേഹം എന്ന് പറയുന്നത് ത്യാഗമായിരുന്നു. ലവ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഫോർ ദിസ് മാൻ. ഇയാൾ ജീവിച്ചത് അയാളുടെ സ്നേഹം മനുഷ്യരെ മനസ്സിലാക്കുന്നതിലായിരുന്നു. ലവ് ഈസ് ലിസണിങ് ഫോർ ഹിം. കേട്ടിരിക്കുന്നതായിരുന്നു അയാളുടെ സ്നേഹം. പക്ഷെ എൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ മരിച്ച് എൻ്റെ കല്ലറയിൽ ഞങ്ങൾ അറിയിക്കുകയാണ്, ലവ് വാസ് ദിസ് ഫോർ ദിസ് മാൻ. എന്തായിരിക്കും? ഇൻ ലവിങ് മെമ്മറി ഓഫ് ജോസഫ് എന്നൻകുട്ടി, ലവ് വാസ് ഡാഷ് ഫോർ ഹിം. ഐ ഡോണ്ട് നോ, ഐ ആം ചെക്കിങ്. അതിൻ്റെ ഒരു ഉത്തരം കിട്ടുകയെന്നുള്ളതാണ് അടുത്ത ഡ്രീം. RJ അലക്സിന്റെ അടുത്ത് കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എങ്ങനെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ഇടയ്ക്കും കൂടെ ഒരു ടോക്ക് ഉണ്ടായ സമയത്ത് പറഞ്ഞതാണ്, സിനിമ വേണ്ട അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ഓഫറൊക്കെ വരാഞ്ഞിട്ടല്ല, ആൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല, ആ ആക്ടർ എന്നുള്ളൊരിത് ആൾ തന്നെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനോട് അവൻ അക്സെപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ആൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ജോസഫ് ആനൻകുട്ടി ജോസ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ എങ്ങനെയാണ് ചേട്ടൻ വിലയിരുത്തണത്? അയ്യോ ഞാൻ പറയാം, ഇപ്പൊ വിജയ് സൂപ്പറും പൗർണമിയിലൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് നല്ല റെസ്പോൺസ് ഒക്കെ ചേട്ടന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അറിയണം, ഞാൻ ഭയങ്കര അവെയറാണ്. എന്നുവെച്ചാൽ ഇപ്പം എന്നോട് പാർവതി പറയാണ്, ചേട്ടാ ക്യാമറ ഒന്ന് അടുപ്പിച്ച് തരുമോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എടുത്ത് അടുപ്പിച്ച് തരും. കുറേ പേര് നിൽക്കുന്നു, ലൈറ്റ് അപ്പ് ചെയ്തേണു, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ, ജോസഫ് ക്യാമറ എടുത്ത് പാർവതിക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ നമ്മളിങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു സാധനത്തെ എടുത്ത് കളഞ്ഞാൽ ഓക്കെയാന്ന് തോന്നുന്നു. മാത്രമല്ല എനിക്ക് ഇപ്പം നമ്മളൊരു സിനിമയിൽ അഭിനയിച്ച സ്വാഭാവികമായിട്ട് അവിടെ നിന്നൊക്കെ ചെറിയ പടങ്ങളിൽ നിന്ന് പോലും നമുക്ക് വിളികൾ വരും. സിനിമയിൽ ഇദ്ദേഹത്തിന് മനസ്സിലാവുണ്ടാവും, ഇദ്ദേഹത്തിൻ്റെ കഥ പറയാനുള്ളൊക്കെ വരുമായിരിക്കും. എനിക്ക് വരുന്ന റോളുകളൊന്ന് പള്ളിയിലച്ഛൻ, 2 കിഡ്നി ഡൊണേറ്റ് ചെയ്ത ആൾ, പിന്നെ കൗൺസിലർ, ഈ നന്മമരത്തിന് നമ്മൾ വളമിടുന്ന റോളുകളാണ് എനിക്ക് വരുന്നത്. കാരണം നമ്മുടെ ഇമേജിന് സിങ്ക് ആവുന്ന, എന്നാൽ തനിക്ക് ഞാൻ കൊലപാതകയുടെ റോള് തരാടോ എന്ന് പറഞ്ഞാൽ ഒക്കെ ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എനിക്കൊരു എന്നിൽ കോൺഫിഡൻസ് ജനിപ്പിക്കുന്ന, തന്നെ കൊണ്ട് ഇത് പറ്റും, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള ധാരണ ഒന്നല്ലേ അത് സത്യമായിരിക്കും, അല്ലെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട ഒരു തെറ്റായിരിക്കും. അത് തിരുത്താൻ പറ്റുന്ന രീതിയിൽ ഒരാൾ വന്ന് പറയാണ് ഇത് പറ്റും. ഇന്നിപ്പോൾ എന്തോരം പേരാണ്, ഇഷ്ടംപോലെ പേരുണ്ട്. നമ്മുടെ ആവശ്യമില്ല അവിടെ. അതുകൊണ്ട് മാത്രമല്ല എനിക്കതിനോടൊരു എൻ്റെ കോൺഫിഡൻസ് കുറവാണ്. സിനിമയെ എനിക്കിഷ്ടമാണ്. എൻ്റെ കുട്ടിക്കാലത്തൊരു സ്വപ്നമായിരുന്നു സിനിമയിൽ വെറുതെ ഇങ്ങനെ കടന്നു പോകണം എന്നുള്ളത്, ഒരു സീനിലെങ്കിലും. ഭദ്ര എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഇപ്പോൾ എല്ലാവരും ട്രോൾ ചെയ്യുന്നൊരു പടമാണ്. അതിനകത്ത് ഒരു കാറിൻ്റെ പുറകിൽ കൂടെ ഒരു കല്യാണ വീട്ടിൽ നിന്ന് കവറുമായിട്ട് കുറേ പേര് പോകുന്നുണ്ട്. അതിനകത്ത് ഒരു കവർ പിടിച്ചെന്ന് ഞാനാണ്, പക്ഷെ കാറിൻ്റെ പുറകിലായതുകൊണ്ട് എന്നെ കണ്ടിട്ടില്ല. ആ ചില്ലിൻ്റെ ക്ലിയറിൽ കൂടെ ഇങ്ങനെ പോകുന്ന അന്നൊക്കെ ഞാൻ കവർ പിടിച്ചാണ് ഞാനാ എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഞാൻ. അത്രയും ഡ്രീം ഉണ്ടായിരുന്നു സിനിമയെക്കുറിച്ച്. പക്ഷെ സിനിമയിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു പോപ്പുലാരിറ്റിയുടെ ഒരു ഫ്ലേവർ ഞാൻ അറിഞ്ഞു, തിരിച്ചറിയുന്നതിൻ്റെ ഒരു സന്തോഷം ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഞാൻ സിനിമയ്ക്ക് ഇടുന്നത്. അവിടെ ചെല്ലുമ്പോഴും ഞാൻ എന്തെങ്കിലും വിജയ് സൂപ്പറും പൗർണമിയിൽ ഞാൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് എൻ്റെ റോൾ എന്ത് ഇമ്പോർട്ടൻ്റ് അതില്ലെങ്കിൽ അവിടെ ഓക്കെയാണ്, എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഒരു എന്നിലെ ഈ ആക്ടർ അഭിനയിക്കാൻ അറിയുമായിരിക്കും. ആരോ someone should come and tell me you can do it and I will make you do it എന്ന് പറയുകയാണെങ്കിൽ, അത്ര കോൺഫിഡൻസിൽ ജനിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അവെയറായിട്ടുള്ള ഒരാളാണ്. ഓഫീസിൽ പോയി റീല് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചൂടാകാൻ പറ്റില്ല, എനിക്ക് ചൂടായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. ഒരു റീല് വരുന്നുണ്ട് ഒരു എംപ്ലോയിയുടെ, ഇതിനകത്ത് എനിക്കിപ്പോൾ പോലെ ആക്ട് ചെയ്യാൻ പറ്റണില്ല. ശ്വേത പ്രിന്റ് എവിടെയാണെന്നാണ് ചോദിക്കണ്ടേ. ഇപ്പോൾ ഞാൻ എന്തോരം പ്രിപ്പയർ ചെയ്താലും എൻ്റെ മുഖത്ത് ശ്വേത പ്രിന്റ് എവിടെ, ഈ സാധനം വരുള്ളൂ. എനിക്ക് ചൂടാൻ പറ്റില്ല. ഞാൻ ചൂടാവുന്ന ഒരാളാണ്, പക്ഷേ എനിക്കത് ശരിക്കൊരു ഇപ്പോൾ പാർവതി എന്തെങ്കിലും വളരെ മോശമായിട്ട് ഞാൻ ചൂടാവും, നല്ലപോലെ ചൂടാവും. അത് പറ്റും, പക്ഷേ അത് സിനിമയിൽ പറ്റില്ലല്ലോ. ആക്ടിങ് ഈസ് റിയാക്ടിങ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ടു മീ. അതുകൊണ്ട് ഏരിയയോട് നമ്മളിങ്ങനെ ആക്കാൻ പോവാം. ഒരു സിനിമ എനിക്ക് ഈ സിനിമ ഈ റിവ്യൂ ചെയ്യുന്നവരൊക്കെ വന്നിട്ട് കട്ട പുകപ്പടം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ആലോചിക്കും, ഒരു സിനിമ ഫുള്ള് ഇവർ അഭിനയിക്കണം,
വെറുതെ സിനിമ അഭിനയിക്കണം, അത് ഡബ് ചെയ്യണം, റീടേക്ക് ചെയ്യണം, പ്രൊമോഷന് പോകണം, ഒരൊറ്റ ഷോട്ട് എടുക്കുമ്പോൾ എത്ര പേര് സൈലൻ്റ് ആവണം, അത് മറ്റേ ഫോക്കസ് പുള്ള് ചെയ്യുന്ന ഒരാൾ, ക്യാമറാമാൻ, എന്തോരം മനുഷ്യരുടെ കഠിനാധ്വാനം. എല്ലാവരും കണ്ണി സിനിമാ താരം. നോ, ടഫസ്റ്റ് ജോബ് ഇൻ ദ വേൾഡിൽ ഒരെണ്ണം പറയണ സിനിമ എന്ന് പറയും. ടഫസ്റ്റ് ജോബ്. അത് ചില റോളിലൊക്കെ അഭിനയിക്കുമ്പോൾ ഈ ലാലേട്ടനൊക്കെ അഭിനയിച്ച് വെച്ചാണ് ചില സാധനങ്ങൾ. മമ്മൂക്ക, ഇന്നത്തെ ആളുകൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം ചൂസ് ചെയ്ത പടങ്ങളുടെ പേരിലൊക്കെ കളിയാക്കാൻ വേണ്ടിയുള്ള മാൻ എനിക്കതല്ല. ചിലരൊക്കെ പറയും അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം നല്ല പടങ്ങൾ ചെയ്യുള്ളൂ. ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി നെഗറ്റീവ് ഫീഡ്ബാക്ക് പറയാം. പക്ഷെ യു കം ആൻഡ് ഡു എ ഫിലിം, ദെൻ ഡു എ റിവ്യൂ. ഓഫ് കോഴ്സ് റിവ്യൂ പറയുന്നത് നമുക്ക് കുറ്റം പറയാം, പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി അവരും കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് റിവ്യൂ പറയേണ്ടത്. കുറേ സാർ ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വളരെ എവിഡൻ്റ് ആയിരുന്നു, അല്ലാണ്ട് കട്ടപ്പോക പടം. നോ മാൻ, യു കം ആൻഡ് ഡു എ ഫിലിം. ഞാൻ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, 1 പടത്തിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. എത്ര നേരമാണ്, എത്ര സമയമാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ വിജയ് സൂപ്പർ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് പ്രളയം വന്നത്. ഷൂട്ട് കുറേ കാലത്തേക്ക് മുടങ്ങി. കണ്ടിന്യൂറ്റി നോക്കണം. അപ്പം അതിനുവേണ്ടി ആസിഫിൻ്റെ മുടി വേറെ പടത്തിന് കമ്പനി, അതിന് ഞാൻ വീണ്ടും വരണം. ഞാൻ എൻ്റെ ഓഫീസിൽ പിന്നെയും കാല് പിടിച്ച്, ഞാൻ അന്ന് എംപ്ലോയി ആയിരുന്നു, ലീവ് പോയിക്കണം. എൻ്റെ സാലറി കട്ട് ചെയ്തു. ഞാൻ ഇവിടെ അഭിനയിച്ചു. എന്തോരം കാര്യങ്ങൾ, എന്തോരം എഫേർട്ടാണ് അത്. ആ പൂജ തുടങ്ങുന്ന ഇത് തുടങ്ങി നിങ്ങളൊരു പടത്തിൽ അഭിനയിച്ചില്ലേ പറഞ്ഞത്, അതിൻ്റെ പെയിൻ സ്ട്രഗിളൊക്കെ അറിയണം. ഞാൻ ഈ ടൊവിനൊക്കെ ഓരോ പടങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് അടുത്ത കാലത്ത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്ന ഒരാളാണ് ടൊവിനോ. ഇപ്പം എൻ്റെ റെസ്പെക്റ്റ് അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു മാത്രം. അദ്ദേഹം എടുക്കുന്ന പടങ്ങളിലെ എഫേർട്ടുകൾ അതിഭീകരമാണ്. ഇപ്പോൾ 2018 കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇൻ്റർവ്യൂസിൽ വരുന്നു, എല്ലായിടത്തും ടൊവിനോ അപ്പിയർ ചെയ്യുന്നു. അദ്ദേഹം എടുക്കുന്ന പ്രൊജക്റ്റുകൾ ഞാൻ ടൊവിനോ എടുക്കാൻ പറയാൻ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതും ഓഫ് ദ സ്ക്രീനും എനിക്ക് ടൊവിനോയെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഒരു ഓർഗാനിക്കായിട്ട് സംസാരിക്കുന്നതൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാനാക്കുന്നത് അതിൻ്റെ സിനിമകളാണ്. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങുന്ന പ്രൊജക്റ്റുകളൊക്കെ ഡിമാൻഡ്സ് എന്താ പറയുക, കുറേ ബുദ്ധിമുട്ട്. ഇപ്പം മമ്മൂക്കയും ലാലേട്ടനൊക്കെ അപ്പോൾ കടന്നു വന്നാണ് പടങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഈ മൈ ഒപ്പീനിയനും റിവ്യൂ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഇവരെല്ലാവരും ഓരോ സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ ആലോചിച്ചു. സിനിമകൾ ചെയ്താൽ അവർ റിവ്യൂ ചെയ്യും. കുറച്ചുകൂടി ഒരു കിട്ടി കാണുമല്ലോ, കുറച്ചുകൂടി ഒരു ബാലൻസ് ഉള്ള റിവ്യൂസ് വരും. ഇങ്ങനെ ഒറ്റ വാക്കിൽ പോകാമെന്ന് പറയില്ലായിരിക്കും. അപ്പം ഞാൻ ആലോചിക്കാൻ എൻ്റെ പുസ്തകം ഇറങ്ങിയല്ലോ, റിവ്യൂ നാളെ വന്നിട്ട് പൊട്ടബുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ 4 വർഷം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ സിനിമ റിവ്യൂ പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കും. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ചില ഡ്രസ്സ് കാണാൻ നമ്മൾ ആലോചിക്കില്ലേ, ഇത് കാരണം ഇടാൻ പോകുന്നു, അത് വാങ്ങിക്കാനുള്ളതുകൊണ്ടാണ്. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. എത്രയോ പടങ്ങൾ നമ്മൾ റിവ്യൂ കാണാണ്ട് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ റിവ്യൂ മോശമായത് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ റിവ്യൂ ഭയങ്കര മോശമാണല്ലോ. ചിലത് റിവ്യൂ കണ്ടിട്ട് നമ്മൾ കാണുന്നു, നല്ല സൂപ്പറായ പടം എന്ന് പറയുന്നു. കൊറോണ കാലഘട്ടത്തിൽ എല്ലാവരെയും തിയേറ്ററിലേക്ക് തള്ളിക്കയറ്റിയ പടം എന്ന് പറയുന്ന പടം ഞാൻ കണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളാണുള്ളത് തീരുമാനിക്കണ്ടായിരുന്നു. ഞാൻ ഫിലിമിനെ കുറിച്ച് പറഞ്ഞതുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു എവിടെയും എൻഡ് ചെയ്യായിട്ടില്ല. എനിക്കൊന്നും ചേട്ടൻ അങ്ങനെ പോകേണ്ട ആളല്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.